അങ്ങ് ജീസസ് അങ്ങ് ഞങ്ങൾക്ക് ഈ ഒരു അവസ്ഥ ഒരുക്കി തന്ന്, ഈ ഒരു അവസരം ഒരുക്കി തന്ന കർത്താവെ അങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഞങ്ങളെ കൂട്ടിവരുത്തിയതിനായിട്ട് നന്ദി പറയുന്നു. ലോകത്തിൻ്റെ നാനാഭാഗത്തുനിന്ന് പല കോണ്ടിനെന്റിൽ നിന്ന് തന്നെയാണ് അങ്ങ് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു ഗ്രൂപ്പിൻ്റെ പദ്ധതി അങ്ങ് ഞങ്ങൾക്ക് അച്ഛൻ നിഷാനച്ഛനിൽ കൂടെ വെളിപ്പെടുത്തി തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവ്. ഞങ്ങൾക്കൊരു ഉത്തരവാദിത്തം അങ്ങ് ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ഉത്തരവാദിത്തം ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളത് ഏറ്റെടുക്കുന്നു, ശിരസ്സാ വഹിക്കുന്നു കർത്താവേ. വിളിച്ചു കൂട്ടിയത് ഈ ഒരു ഉദ്ദേശത്തോടുകൂടെ ആണെന്നുള്ള ഒരു ബോധ്യം ഞങ്ങൾക്കുണ്ടായിരുന്നു. അത് ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു. അങ്ങ് എൻ്റെ വായിൽ കൂടെ തന്നെ സംസാരിച്ച് നിങ്ങൾ ഓരോരുത്തരും ചോസനാണ്, ചുമ്മാണ്ടുള്ള ആൾക്കാരല്ല ഇത്. തെരഞ്ഞെടുക്കപ്പെട്ടത്, ഹാൻഡ് പിക്ഡ് ബൈ ഗോഡ് ആണ്. ഈ ഗ്രൂപ്പിലെ ഓരോ വ്യക്തിയും ഹാൻഡ് പിക്ഡ് ആണ്. ഇവിടെ ഒരാൾക്ക് ദർശനമാണ് ആലേക്ക് കിട്ടിയിരിക്കുന്നത്. ഈ ഗ്രൂപ്പിനെ നയിക്കുന്ന ഒരു വലിയൊരു ഫാക്ടറാണ്. ഒരു എവിടേക്ക് പോകണു, എന്ത് ചെയ്യണം, മുന്നോട്ട് എങ്ങനെയാകണം, പ്രോഫറ്റിക് ആയിട്ടുള്ള ഇത് പലർക്കും കിട്ടിയ ആൾക്കാർ. ഞാൻ ഇന്ന് പ്രിയപ്പെട്ടവരെ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. അച്ഛൻ ഈ ഒരു ദൗത്യം, അച്ഛൻ പറഞ്ഞില്ലേ കൗൺസിലിങ്ങിൻ്റെ കൃപ കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് സ്റ്റിഗ്മാറ്റ ഉണ്ടാകുമെന്ന് പറയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു പുരോഹിതനാണ് പറഞ്ഞത്. ജോസ്ഫിന എന്ന് പറയുന്ന ഒരു അൽമായ സ്ത്രീ അല്ല പറഞ്ഞത്. ഒരു പുരോഹിതൻ പറയാണ്, കർത്താവിൻ്റെ തിരുമുറിവുകൾ നിങ്ങളുടെ ശരീരത്തിൽ, എല്ലാവർക്കും നിങ്ങൾ ആരും വിചാരിക്കേണ്ട തിരുമുറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ കീറി മുറിഞ്ഞ് പിന്നെ ചോര ഉണ്ടായിക്കൊണ്ട് അല്ല. നിങ്ങൾക്കത് ഫിസിക്കലി ആ പെയിൻ ഫീൽ ചെയ്യും. പക്ഷെ നിങ്ങൾക്ക് അവിടെ ഒരു വൂണ്ട് കാണണമെന്നില്ല. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. ഇപ്പം പ്രത്യേകം ഞാനൊരു നേഴ്സ് ആയിട്ട് ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു ടീച്ചറായിട്ട് ജോലി ചെയ്യുന്ന, അതായത് പബ്ലിക്കിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് ജോലി ചെയ്യുന്ന ഒരാൾ ഈ സ്റ്റിഗ്മാറ്റ ആയിട്ട് എന്ന് നിങ്ങളെ ജോലിയിൽ നിന്നെടുത്ത് പുറത്ത് കളയും. ഇങ്ങനെ കീറി മുറിഞ്ഞ് പഞ്ഞിയും പിടിച്ചോണ്ട് എപ്പോഴും അല്ല ഇരിക്കുന്ന ഒരു വ്യക്തി അംഗീകരിക്കത്തില്ല. കാരണം ഈ ലോകം അങ്ങനെ നമ്മളെ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. എന്തിനു വേണ്ടു? പാദ്രെ പിയോയ്ക്ക് സ്റ്റിഗ്മാറ്റ കിട്ടി. നിങ്ങൾക്കറിയാമോ? ഞാൻ ഏറ്റവും അധികം പാദ്രെ പിയോനെ കുറിച്ച് കണ്ടതെന്ന് പറഞ്ഞാൽ പാദ്രെ പിയോൻ്റെ വിശുദ്ധ പദവിയിലൊരു കാനനൈസേഷൻ ചെയ്ത റോമിൽ വെച്ചിട്ടായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ കുറേ ജീവിതത്തിൻ്റെ ഡോക്യുമെൻ്ററി കാണിക്കുന്നുണ്ടായി. ഒരു ഡോക്യുമെൻ്ററി ഞാൻ ഓർക്കുന്നുണ്ട്, 2 മണിക്കൂറുള്ളതാണ്. അപ്പം ഞാനത് ഹസ്ബൻഡ് നമ്മുടെ ഇതിൻ്റെ കക്ഷിയൊന്നും അല്ലല്ലോ, എന്നാലും വേണ്ടില്ല എന്നോട് പറഞ്ഞു കാണാനുള്ള താല്പര്യം. ഇതൊരു ലോകം മുഴുവനും അംഗീകരിക്കുന്ന ഒരു വ്യക്തിയായിട്ട്, കാരണം ഓപ്പൺ വൂണ്ടുമായിട്ട് നടന്നൊരു കക്ഷിയാണ്. അപ്പം ആ പാദ്രെ പിയോനെ, ഹോ, നിന്റെ ശത്രു, നിന്റെ നീ ഏറ്റവും അധികം ഹൈറാർക്കിയിൽ വലിയ ആളെന്ന് വിചാരിച്ചിരിക്കുന്ന വ്യക്തികളൊക്കെ തന്നെയാണ് നിന്റെ ആത്മീയ വളർച്ചയ്ക്ക് നിന്നെ തട്ടി താഴ്ത്തി നിലംപരിചാക്കുന്നത് അവർ തന്നെയാണ്. ഉള്ള സത്യം. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നിങ്ങളുടെ കയ്യിൽ വരുന്നുണ്ടെങ്കിൽ വിചാരിച്ചോ നീ ചോസനാണെന്ന്. ഇപ്പം ദേ ഈ സെക്കൻഡിൽ ഞാൻ അത് കഴിഞ്ഞ് ഒരു സെക്കൻഡ് നേരം ജിറ്റ്സിനെ വിളിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചു. പക്ഷേ ജിറ്റ്സി അത് ഫോൺ എടുത്തില്ല. ഓൺലൈനിൽ കാണുന്നുണ്ടായി. എനിക്ക് മനസ്സിലായി. ഞാൻ ഇനി ബൈ മിസ്റ്റേക്ക് ഓർക്കം തൂങ്ങിയിരുന്നിട്ട് എങ്ങാനും ജിറ്റ്സിനെ വിളിച്ചതാണോ, ഗ്രൂപ്പ് വിളിക്കേണ്ടതിന് പകരമെന്ന് ജിറ്റ്സി വിചാരിച്ചിട്ടുണ്ടാവും. പ്രൈസ് ദി ലോർഡ്. ഏതായാലും ആ വ്യക്തി, എനിക്കറിയത്തില്ല, സ്ട്രാൻസിൽ നിന്ന് എനിക്കൊരു മെസ്സേജ് തന്നിരുന്നു. ഇന്ന പോലെ ഒരാളുണ്ട്, ഞാനൊരു നമ്പർ തരാമെന്ന് പറഞ്ഞു. അദ്ദേഹം ഇപ്പം മംഗലാപുരത്ത് അച്ഛന്മാർക്ക് ക്ലാസ് കൊടുക്കാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്ലാസ് നാളെയാണ്, ഇപ്പോൾ രാത്രിയാണ്, 11 മണി കഴിഞ്ഞല്ലോ, 12 നിങ്ങളുടെ അവിടെ. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നോട് ഞാൻ 10ന് വിളിക്കാൻ പറഞ്ഞു. 10ന് വിളിച്ച് പറഞ്ഞു ഞാൻ 11ന് വിളിക്കാൻ പറഞ്ഞു. 11ന് വിളിച്ചിട്ട് എന്താണ്, ഞാൻ 11ന് വിളിക്കാൻ അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം തന്നെ എന്നെ വിളിക്കുകയായിരുന്നു. അങ്ങനെ സംസാരിച്ച് തിരിച്ച് വിളിക്കാമെന്നും പറഞ്ഞു. 11ന് വിളിച്ചപ്പോൾ തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞു. ഇപ്പം വിളിച്ചു. അദ്ദേഹം അവസാന വാക്ക് പറഞ്ഞത് ഇതാണ്: നിങ്ങളറിയാത്തത് പോലും, ചേച്ചി എന്നൊക്കെ എന്നെ വിളിച്ചത്, പിന്നെ ചേച്ചി അറിയാത്തത് ലെവലിലോട്ട്, വേറൊരു റലത്തിലോട്ട് ദൈവം കൊണ്ടുപോകുകയാണെന്ന്. ഇതാരാ പറഞ്ഞേ? സെയിൻറ്റ് ഫൗസ്റ്റീനയുടെ ഡയറിക്കകത്ത് 1-ാം തീയതി തന്നെ, 31-ാം തീയതി രാത്രി അത് തന്നെയാണ് പറഞ്ഞത്. നിന്നെ ഞാൻ വിളിച്ച വിളി ഇതുവരെയും പൂർത്തീകരിച്ചിട്ടില്ല നിന്നിൽ. നിനക്ക് കുറച്ച് സമയം കൂടെ ഉണ്ട്. അതുവരെ നീ ഇവിടെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം നിന്റെ തലപ്പത്തുള്ള ആത്മീയ തലത്തിലെ കാര്യമാണ് പറയുന്നത്. നിങ്ങളുടെ ഹോസ്പിറ്റലിലെയോ ജോലി സ്ഥലത്തെയോ ആൾക്കാരുടെ കാര്യമല്ല ഈ പറയുന്നത്. നിനക്ക് എതിരായിട്ട് അദ്ദേഹം ഒരു 10 മിനിറ്റ് കുറഞ്ഞേ എന്നോട് സംസാരിച്ചിട്ടുള്ളൂ. അദ്ദേഹം പറഞ്ഞത് മുഴുവനും ഒരു സ്പിരിച്വൽ ഡെലിവറൻസിൻ്റെ കാര്യം ഇദ്ദേഹം നടത്തുന്നതുകൊണ്ട് പലർക്കും
അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്ന്. കാരണം ഇത് ചില ആൾക്കാരുടെ ഒരു ധാരണ എന്ന് പറഞ്ഞാൽ തലേ തൊപ്പി വെച്ച ആൾക്കാർക്കാണ് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ല ഈ പരിശുദ്ധ എൻ്റെ അഭിഷിക്തനെ നിനക്ക് തൊടാൻ എന്ത് അധികാരമെന്ന് പരിശുദ്ധാത്മാവിൻ്റെ നിറഞ്ഞ ആൾക്കാരെയാണ് എന്ത് എന്ത് കാര്യം എന്നുള്ള വചനത്തിൽ വായിക്കുന്നുണ്ട്. പക്ഷേ ഈ അഭിഷിക്തൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ട നീ ഒരു അഭിഷിക്തയാണ്. നിനക്ക് അംഗീകരിക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ടോ ഇല്ലയോ? നിങ്ങൾ ഈ മൂടിക്കെട്ടി വെച്ചോണ്ടിരുന്നത് എനിക്ക് ഇഷ്ടപ്പെടത്തില്ല കേട്ടോ. നിങ്ങൾ അഭിഷിക്തയാണെന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടോ? അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ ഈ ഗ്രൂപ്പിൽ കയറി കുത്തിയിരിക്കുന്നത്? നമ്മളെല്ലാം അഭിഷിക്തരായിട്ടുള്ള ആൾക്കാരാണ്. അച്ഛൻ പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞല്ലല്ലോ കാര്യം. അച്ഛൻ പറഞ്ഞില്ലായിരുന്നോ? നിങ്ങൾ അഭിഷിക്തരാണ്, ചോസനാണ്, തെരഞ്ഞെടുക്കപ്പെട്ടവരാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ അച്ഛൻ. ഇന്ന് ഞാൻ ആ വീഡിയോ കേട്ടപ്പോഴാണ് എനിക്ക് അച്ഛൻ്റെ ആ ശക്തിയായിട്ടുള്ള പ്രവചനം മനസ്സിലായത്. നിങ്ങൾ ഓരോരുത്തരും ആത്മാക്കളെ നേടും, അതിനുവേണ്ടിയാണ് നിങ്ങളെ കൂട്ടിയിരിക്കുന്നതെന്നൊക്കെ. ഞാൻ അന്നേരം ആദ്യമായിട്ട് ഇത് പറഞ്ഞപ്പോൾ അച്ഛൻ എന്തറിയാം ഈ ആൾക്കാരെ കുറിച്ച്? ഒന്നും അറിയത്തില്ല അച്ഛന്. അതെല്ലാം നല്ല കാര്യം. നിങ്ങളെക്കുറിച്ച് ഒരു വിവരമില്ലല്ലോ. നിങ്ങളുടെ ആത്മീയമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് അച്ഛന് അറിയില്ലേ? എനിക്ക് ഏകദേശം അറിയാം. ഞാൻ ഈ ശുശ്രൂഷ നിങ്ങളോടെല്ലാം 5, 6, 4, 3 മാസമായിട്ട് നിങ്ങൾ എൻ്റെ ഗ്രൂപ്പിൽ ഡെയിലി കാണുന്ന ആൾക്കാരുണ്ട്. എനിക്ക് നിങ്ങളെക്കുറിച്ച്, പിന്നെ ഞാൻ കൗൺസിലിങ്ങിന് ഇരുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾ എൻ്റെയൊക്കെ കൗൺസിലിംഗ് ചെയ്ത വ്യക്തികളാണ്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ ആത്മീയതയെക്കുറിച്ച് എനിക്കൊരു ചിന്തയുണ്ട്, ഒരു ബോധ്യമുണ്ട്. വേറെ ഈ അച്ഛനൊന്നും അറിയത്തില്ല. നിങ്ങളെ ഒന്നിനെയും കണ്ടിട്ടുമില്ല. എന്നെ ഇവിടെ വന്നതുകൊണ്ട് കണ്ടു. അപ്പോൾ ഒന്നും അറിയത്തില്ലാത്ത ഒരു അച്ഛനാണ് കുറിച്ച് വിളിച്ച് പറഞ്ഞത്. അപ്പം നിങ്ങളെ ഒരു പ്രത്യേക തലത്തിലേക്ക് നിയോഗിക്കുകയാണ്. 12 ശിഷ്യന്മാരെ ആ ദേശത്ത് വേറെ പത്രോസ് കിടക്കാഞ്ഞിട്ടാണോ? പത്രോസ് ഇല്ലാഞ്ഞ് വേറെ മീൻപിടുത്തക്കാരൻ കിടക്കാഞ്ഞിട്ടാണോ? അല്ലെങ്കിൽ വലിയ ഉദ്യോഗമുള്ളവരും വലിയ പത്രാസുള്ളവരും കുടുംബത്തിൽ പ്രഭു കുടുംബങ്ങളിൽ ജനിക്കാത്ത ആൾക്കാരില്ലാഞ്ഞിട്ടാണോ? ഈ മുക്കന്മാരെ കുറേ സെബെദീപുത്രന്മാരെയും ആൻഡ്രൂസിനെയും ഇവരെ എല്ലാം വിളിച്ചുകൊണ്ട് വന്ന പത്രോസിനെ അല്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ആ മീൻപിടുത്തക്കാർ മാത്രമേ അവിടെ കിടപ്പുള്ളായിരുന്നു. വേറെ ഏതെല്ലാം തരത്തിലുള്ള ആൾക്കാർ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ഹാൻഡ് പിക്ഡ് ആണ്, ഹാൻഡ് പിക്ഡ്. ഒരു ദിവസം കൊണ്ട് എടുത്തുകൊണ്ട് വന്നതല്ല. ദൈവം തീരുമാനിച്ച് ഇങ്ങനെ ചുമ്മാ വഴി കൂടെ നടന്നു പോകുമ്പോൾ നിങ്ങൾ പറയാം എൻ്റെ കൂടെ പോരാൻ പറ. അപ്പോൾ ഒരാൾ പറയാം ഞാൻ ഇന്ന ആളെ അടക്കാൻ പോകാൻ. അപ്പോൾ കർത്താവ് പറയും മരിച്ചവർ തൻ്റെ മരിച്ചവരെ അടക്കിക്കൊള്ളട്ടെ, നീ ഇപ്പം തൽക്കാലം എൻ്റെ കൂടെ പോരാൻ പറയും. ഇഷ്ടപ്പെട്ടിട്ട് പോയതല്ല, വിളിച്ചതിൻ്റെ പിന്നാലെ പോയതാണ്. പക്ഷേ അവരാണ് 12 പേര് ഇതുപോലെ ചോസനാണ്, ഹാൻഡ് പിക്ഡ് ബൈ ജീസസ്. ഞാൻ നിന്നോട് പ്രവചിച്ച് പറയാണ്, യു ആർ ലാലി മാത്തച്ഛൻ, യു ആർ ഹാൻഡ് പിക്ഡ് ഫ്രം ന്യൂസിലാൻഡ്. ജെറ്റ്സി, യു ആർ ഹാൻഡ് പിക്ഡ് ഫ്രം ദുബായ്. ഗ്ലാഡിസ് ഫ്രം കണ്ണൂർ. അല്ല സിജി, യു ആർ ജോൺസൺ, യു ആർ ഹാൻഡ് പിക്ഡ് ബൈ ജീസസ് ഫ്രം ടെക്സസ് ഇൻ അമേരിക്ക. ഓ, എൻ്റെ കയ്യിൽ നിന്ന് ശക്തി പുറപ്പെട്ടു പോകുന്നത് ഞാൻ അറിയുന്നുണ്ടോ? ആരെങ്കിലും നിങ്ങളുടെ മേത്ത് അത് അറിയുന്നുണ്ടോ? ആത്മാവിൻ്റെ ശക്തി, പ്രസരിപ്പ്, കറണ്ട് പാസ് ചെയ്യുന്ന നമുക്ക് ശക്തമായിട്ട് അറിയുന്നുണ്ട്. ജോൺസൺ അറിയുന്നുണ്ടോ? ഡ്യൂട്ടിയിലാണോ? എല്ലാവരും മ്യൂട്ടാണ്. ഞാൻ ടോക്ക് കണ്ടിന്യൂ ചെയ്യണോ? ഇത് ഇവിടെ കട്ടാക്കിയിട്ട് പോകണോ? ജോൺസൺ മിണ്ടണ്ട, അത് മനസ്സിലായി. മിണ്ടണ്ടിരുന്നപ്പോൾ ജോലിയിലാന്ന് മനസ്സിലായി. ജോലിയിലില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ആർക്കും ഒന്നും ഫീൽ ചെയ്യുന്നില്ലേ? പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, ശക്തി നിങ്ങളുടെ മേളിൽ വന്നിറങ്ങുന്നുണ്ടായിരുന്നു. അറിഞ്ഞ ആരെങ്കിലും ഉണ്ടോ? ഫിസിക്കലി ഫീൽ ചെയ്തില്ല. ആലെ ശരി. എൻ്റെ കയ്യിൽ നിന്ന് ശക്തി പുറപ്പെട്ട് പോകുന്നുണ്ട്. താല്പര്യമുള്ളവർ സ്വീകരിക്കുക. ഹാലേലുയ, ഹാലേലുയ, ഹാലേലുയ. നമ്മൾ ആരെങ്കിലും ഒരു വചനം പറഞ്ഞാൽ അത് അപ്പം തന്നെ സ്വീകരിച്ചോണം. ഞാനൊരു കാര്യം അത് പറയാനല്ല വന്നത്. ഇപ്പം നമ്മുടെ വട്ടായിൽ സേവ്യർ ഖാൻ വട്ടായിൽ അച്ഛൻ്റെ ഒരു സംഭവം, ഒരു സാക്ഷ്യം ഞാൻ കേട്ടതാണ്. അവിടെ ഒരു ഈ 4 ദിവസത്തെ ഈ പോട്ടക്കാരുടെ ആരണ്ട്, അതായത് മുരുങ്ങൂരുകാരാരണ്ട് വന്ന് ക്ലാസ് പറഞ്ഞിട്ട് പോയി. ഈ അച്ഛൻ ആ സമയത്ത് 4 ദിവസത്തേക്ക് അച്ഛൻ അവിടെ ഇല്ലായിരുന്നു. അച്ഛൻ വേറെ കണ്ടായിരുന്നു. തിരിച്ച് വന്നപ്പോഴത്തേക്ക് അച്ഛൻ പറയുന്നത് അച്ഛൻ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് അവർ ആഹാരം കഴിക്കാനായിട്ട് കയറി. ഉച്ചക്കത്തെ ലഞ്ച് കഴിച്ചുകൊണ്ടിരുന്നപ്പം അവരിൽ അച്ഛന്മാർ ആരാണ്ട് പറഞ്ഞു, ഇവിടെ ഇങ്ങനെ ഒരു പ്രവചനം നടത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് ഒരു അച്ഛൻ ഇങ്ങനെ ദൈവം എടുത്തുപയോഗിക്കുമെന്നുള്ളത്. അവിടെ ആരും അത് ഏറ്റെടുത്തതായിട്ട് അച്ഛൻ അറിയില്ല. അച്ഛൻ പറയുന്നത് എല്ലാവരും
ആഹാരം കഴിഞ്ഞ് ഞാൻ ആ കോണിപ്പടിയുടെ താഴോട്ട് ഇറങ്ങി നിന്ന് ആരും അത് ഏറ്റെടുത്തില്ല. ഞാൻ ഏറ്റെടുത്തോളാം കർത്താവേ എന്നും പറഞ്ഞ് അച്ഛൻ ഏറ്റെടുത്തു എന്നാണ് പറയണത്. ഇന്ന് അച്ഛനെ അത് എവിടം വരെ കൊണ്ടെത്തിച്ചെന്ന് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ അല്ലേ? അങ്ങനെ നമ്മൾ ഒരു പ്രവാചക അല്ലെങ്കിൽ ഒരു ദൈവ ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ഇപ്പൊ ഗ്രൂപ്പിലായിക്കോട്ടെ എങ്ങനെ ആയിക്കോട്ടെ അങ്ങനെ പറയുമ്പോൾ അത് ഏറ്റെടുക്കണം. ചേവർക്കാർ വട്ടായലത്തിന്റെ കാര്യമാണ് ഞാനീ പറയുന്നത്. അദ്ദേഹം പോകാത്ത ഏതെങ്കിലും ഒരു കൺട്രി ഈ ലോകത്തിലുണ്ടോ? ഇല്ല. നമ്മളൊക്കെ ചില കൺട്രിയെ കുറിച്ച് കേൾക്കുന്നത് ഇന്നുള്ള രാജ്യം കേൾക്കുന്നത് നമ്മള് ABCD ആൽഫബറ്റിക് ഓർഡറിൽ ലിസ്റ്റ് എഴുതി അത് കണ്ടിട്ടാണ്. അപ്പൊ അച്ഛനിപ്പോ പോകാത്ത ഏതെങ്കിലും രാജ്യം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ നിങ്ങക്ക്? എല്ലായിടത്തും പോയില്ലേ? ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എല്ലാ ഭൂഖണ്ഡത്തിലും പോയില്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്ക് തോന്നുന്നു 10, 200 ശേഷം കൺട്രി ഉണ്ട് അച്ഛൻ മുഴുവനും എടുത്ത് പോയിട്ടുണ്ടാവും. ഒരു 10 പാസ്പോർട്ട് അല്ല അത് ഈ 10, 20 പാസ്പോർട്ടും അച്ഛൻ ചെലവായിട്ടൊക്കെ ഉണ്ടാവും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മളെ ഏറ്റെടുക്കുമ്പോഴാണ് ആ കൃപ നമ്മുടെ കയ്യിൽ വരുന്നത്. അച്ഛൻ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു നിങ്ങളെല്ലാവരും ഏറ്റെടുക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം ഈ ബ്രദർ എന്നോട് പറഞ്ഞു ദൈവം വേറൊരു തലത്തിലേക്കാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. വിവരം എനിക്കും ഉണ്ട്. പക്ഷേ അത് നമുക്ക് ഇനിയും സമയമുണ്ടോ എനിക്ക്? എനിക്കിപ്പോ ഇത്രയും പ്രായമായില്ലേ. അല്ലാണ്ട് ഞാൻ 40 വയസ്സുള്ള ആളാണെങ്കി പോട്ടെ എന്ന് വിചാരിക്കാം. ഇപ്പം ഈ ഒരു പ്രായത്തിൽ ഇനി എന്ത് ചെയ്യാനാണ്? എൻ്റെ ശുശ്രൂഷ ജീവിതമൊക്കെ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതായത് ആൾത്തറകളിലോ അല്ലെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ യാത്ര ചെയ്യലോ ഒക്കെ ഇനിയിപ്പോ ഉണ്ടാവില്ല. എന്ന് അമേരിക്കയിലോട്ട് ഒരു പാർട്ടി എന്നെ വിളിക്കുന്നുണ്ടായി. കൊണ്ടുവരണമെന്നിങ്ങനെ ഒരാളോട് പറഞ്ഞൂന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് ദൈവത്തിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. അമേരിക്കയിൽ പോണേ എനിക്ക് നാളെ വേണേലും ഫ്ലൈറ്റ് എടുത്ത് എങ്ങോട്ട് വേണേലും പോവാം. എന്നെ ആരും വിലക്കുന്നില്ല. എൻ്റെ ഹസ്ബൻഡ് അതിനുള്ള പൈസയും തന്നോളും. അതിനും കുഴപ്പമില്ല. വല്ല ഹോട്ടലിലും പോയി താമസിച്ച് കഥയും പറഞ്ഞിരുന്ന് വല്ലവരോടും സംസാരിച്ചിട്ട് പോരാം. പ്രൈസ് ദി ലോർഡ്. അതല്ല കാര്യം. ശുശ്രൂഷയ്ക്ക് വിളിക്കണം. ദൈവം അപ്പോയിന്റ്മെന്റ് നടത്തണം. അപ്പോഴാണ് അപ്പോയിന്റ് ചെയ്തിട്ട് നമ്മളെ ഒരാൾ വിളിക്കുമ്പോഴാണ് നമ്മൾ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മുടെ ജീവിതത്തിലെ സ്പിരിച്വൽ ചാലഞ്ചസ് എല്ലാം നമ്മളെ ഒരു ദി മോർ ദ ചാലഞ്ചസ് ദ മോർ ഈസ് യുവർ കോളിംഗ്. മനസ്സിലായോ പറയുന്നത്? എത്രമാത്രം ചാലഞ്ചസ് ആണ് നമ്മൾ പ്രാർത്ഥനയിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പേഴ്സണലായിട്ട് ഉണ്ടാകുന്നത് ആ സമയത്ത് അതിൻ്റെ അർത്ഥം നിന്റെ കോളിംഗ് ഈസ് മച്ച് ഹയർ ദാൻ ദി നോർമൽ അല്ലാത്ത രീതിയിലുള്ള ഒരു കോളിംഗ് നിനക്ക് ഉണ്ടെന്നാണ്. നിങ്ങൾ എൻ്റെ ജീവിതാനുഭവം തന്നെ നോക്കുക. എൻ്റെ ജീവിതം ഞാനിപ്പോൾ സാധാരണ രീതിയിൽ എന്നും പറയുന്ന ഒരു വാക്ക് തന്നെയാണ്. ഞാനൊരു സാധാരണ ജനനം ഉണ്ടായി. സാധാരണ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സാധാരണ ഒരു ജീവിതം ജീവിച്ച് സാധാരണ രീതിയിലൊരു കല്യാണം കഴിച്ച് സാധാരണ രീതിയിലുള്ള 2 കൊച്ചുങ്ങളെയും ജനിപ്പിച്ച് സാധാരണ രീതിയിലുള്ള ഒരു ജീവിതം ജീവിച്ചിരുന്നെങ്കിൽ ഞാനിപ്പോൾ സാധാരണ രീതിയിൽ മരിച്ച് ഞാനങ്ങ് സാധാരണയായിട്ട് കുഴിയിൽ ഇറങ്ങിപ്പോയേനെ. ഇന്ന് ഇതിനെല്ലാം വ്യത്യസ്തത ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്കിപ്പോൾ പറയാൻ പറ്റുന്നത് ഇതെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരവസ്ഥ ആയതുകൊണ്ട് എൻ്റെ കോളിംഗ് ഞാൻ അന്ന് മനസ്സിലാക്കേണ്ടതായിരുന്നു. അന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. ഒരു കന്യാസ്ത്രീ എന്നെ കണ്ടിട്ട് പറഞ്ഞ ആള് പിന്നെ പറഞ്ഞു, ഞാൻ ശുശ്രൂഷയ്ക്കായിട്ട് കോഴിക്കോട് ചെന്നപ്പോൾ പറയാം, ഇവളെ 3.5 വയസ്സായിട്ട് ഞാൻ ഇവളെ ആദ്യം കണ്ടപ്പോഴേ അത് നുണയാന്ന് എനിക്കറിയാം. എന്നോട് ഇന്നലെ പറയായിരുന്നു. വേറെ ആരാണ്ട് കൂടി നിൽക്കുന്ന സിസ്റ്റേഴ്സിനോട് പറയാം, ഇവളെ 3.5 വയസ്സുള്ളപ്പോൾ ഞാൻ കണ്ടപ്പോഴേ വിചാരിച്ചു ഇവളേതാണ്ട് വലിയ ആളാകാൻ പോകുന്ന ആളാണെന്ന്. എനിക്കറിയില്ല അത് പൊട്ട നുണയാണെന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3.5 വയസ്സായിരിക്കുമ്പം എങ്ങനെയാണ് ഒരാളിൻ്റെ ഭാവിയെക്കുറിച്ച് മനുഷ്യന് മനസ്സിലാകുന്നതെന്ന് എനിക്കറിയത്തില്ല. എനിവേ അങ്ങനെ അവർ പറഞ്ഞായിരുന്നു. അഭിഷേകം നിറഞ്ഞ സിസ്റ്റേഴ്സൊക്കെ ക്ലാസ് സിസ്റ്റേഴ്സിന് വേണ്ടി പ്രത്യേകിച്ച് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ടായ ആ സമയത്ത് അച്ഛന്മാർക്ക് വേണ്ടി പ്രത്യേകിച്ച് ക്ലാസ്സുകൾ കൊടുത്തിരുന്നു. അപ്പം ഹല്ലേലൂയ. അപ്പം അവരത് കഴിഞ്ഞപ്പോഴാണ് പറയുന്നത്, നീ ഇത്ര പവർഫുള്ളായിട്ട് വരുമെന്ന് എനിക്ക് എന്തോ പണ്ടൊക്കെയും തോന്നിയിരുന്നു. നീ ഏതാണ്ട് വലിയൊരാളാകുമെന്ന്. ഇപ്പം വലിയ ആള് ഞാൻ വലുതായി, സൈസ് വലുതായി. പക്ഷെ അന്നത്തെ 3.5 വയസ്സിലുള്ള ആ ഒരു എന്താണെന്നൊന്നും അതാർക്ക് മനസ്സിലാക്കി കൊടുത്തു എന്നൊന്നും എനിക്കറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ പറഞ്ഞു, നമ്മളെ
ആയിരിക്കുന്ന രീതിയില്, നീ ആയിരിക്കുന്ന വിശ്വാസത്തിൻ്റെ പേരിൽ നിന്നെ ആൾക്കാര് മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ, കളിയാക്കുന്നുണ്ടെങ്കിൽ, നീ ആയിരിക്കുന്ന ജീവിതാവസ്ഥയുടെ ആ ഒരു അന്തരീക്ഷം വെച്ച്, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ വെച്ച് നിന്നെ ആൾക്കാര് വിലയിരുത്തുന്നുണ്ടെങ്കിൽ, നീ മനസ്സിലാക്കിക്കോ, നീ മറ്റുള്ളവരെ പോലെയല്ല. നിനക്കെന്തോ പ്രത്യേകതയുണ്ട്. നിനക്കെന്തോ ഒരു ദൈവവിളിയുണ്ട്. അത് മറ്റുള്ളവര് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ നമ്മളറിയുന്നുണ്ട് നമുക്ക് എവരിത്തിങ് ഈസ് നോർമൽ എന്ന കണക്കായിരിക്കും പോകുന്നത്. പക്ഷെ ആ ഒരു വിളിയുള്ള ആൾക്കാർക്ക് ഒരു ടേണിംഗ് പോയിന്റ് ജീവിതത്തിൽ ഉണ്ടാകും. ഓക്കെ. അത് മക്കൾ മുഖാന്തരമാകാം, ഭർത്താവ് മുഖാന്തരമാകാം, ചില ജീവിത സാഹചര്യങ്ങൾ മുഖാന്തരമാകാം, അല്ലെങ്കിൽ ചില എന്താണ് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അനുഭവങ്ങൾ, ജീവിത അനുഭവങ്ങൾ, ഒന്ന് ജീവിത സാഹചര്യം, ഒന്ന് ജീവിത അനുഭവങ്ങൾ വഴിയാകാം നിങ്ങൾ ദൈവത്തെ കണ്ടുമുട്ടുന്നത്. പേഴ്സണലായിട്ട് ഒരു എൻകൗണ്ടർ ഞാൻ ഇതിനെക്കുറിച്ച് എപ്പോഴും പറയുന്ന ഒരു കാര്യം തന്നെയാണ്. പേഴ്സണലായിട്ട് നിങ്ങൾക്കൊരു എൻകൗണ്ടർ ഉണ്ടാകുന്നത്. ആ എൻകൗണ്ടർ ഉണ്ടായിരിക്കുന്ന വ്യക്തികൾ മാത്രമാണ് ഇപ്പം എൻ്റെ മുന്നിലിരിക്കുന്നത്. ആണോ അല്ലയോ? എന്തേലും ഒന്ന് പറ നിങ്ങൾ. ആണല്ലോ അല്ലേ? അപ്പം ആ എൻകൗണ്ടർ, ആ ഒരവസ്ഥ, ആ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അനുഭവിച്ചത് കാരണം നിന്നെ ഹാൻഡ് പിക്ഡ് ആണ്. നിന്നെ തെരഞ്ഞെടുക്കണമായിരുന്നു. അതുകൊണ്ട് ദൈവം ആ പ്രത്യേക സാഹചര്യം നിന്റെ ജീവിതത്തിൽ ഉണ്ടാക്കി. ദൈവം ഉണ്ടാക്കിയെടുത്തതല്ലേടാ, നീ ആർജിച്ചതല്ല ഇത്. നീ അത് ഓം ക്രീം എന്ന് വെച്ച് ഇങ്ങോട്ട് വരുത്തിച്ചതല്ല, അത് ഇങ്ങോട്ട് ആവഹിച്ചതല്ല, അത് അല്ല. ദൈവം ഹാൻഡ് പിക്ഡ് യു. എന്തൊരു അത്ഭുതമാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ ഇത്രയും വലിയ കാര്യമായിട്ട് ഒരു കൂട്ടായ്മ പരസ്പരം കണ്ടിട്ടില്ല, ഇനി കാണാനുള്ള ചാൻസും തീരെ ഇല്ലാത്ത ആൾക്കാരാണ് നമ്മൾ. ഞാനിപ്പോൾ ലാലി മാത്തച്ചനെ കാണണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ന്യൂസിലൻഡിന് പോകാൻ പോകണ്ടോ, അല്ലെങ്കിൽ ജോൺസനെ കാണാനായിട്ട് ഇപ്പോൾ ടെക്സസിൽ പോകാം. ടെക്സസിൽ 2-3 പ്രാവശ്യം ഞാൻ പോയതാണ്. അതുകൊണ്ടല്ല, ടെക്സസിൽ, ലോങ് ഐലൻഡിൽ, അവിടെ ഇവിടെയൊക്കെ, മയാമിയിൽ, ഫ്ലോറിഡ, എല്ലായിടത്തും പോയായിരുന്നു. മയാമിയിൽ പോയി എന്ന് തോന്നുന്നു. ഹാലേലുയ. ന്യൂയോർക്കിൽ പോയി. അങ്ങനെ പല സ്ഥലത്ത് കൂടെ എല്ലാം പോയി. ഹാലേലുയ. ലാസ് വേഗാസിൽ പോയി. ഹാലേലുയ, ഹാലേലുയ. ഇവിടെയൊക്കെ പോയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹാലേലുയ, ഹാലേലുയ, ഹാലേലുയ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, ഒരു കുട്ടീനെ റിലീസ് ചെയ്യാണ്ട് വെച്ചിരിക്കുന്ന ഒരു കുഞ്ഞ് മരിച്ചു പോയതിൻ്റെ കാര്യം. അത് ലാസ് വേഗാസിലുണ്ടായ ഒരു സംഭവമാണ്, ആത്മാവിനെ റിലീസ് ചെയ്യാനായിട്ട്. അപ്പം ദൈവം നിങ്ങൾക്ക് നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന, ഈ ജോസ്പിനെ ഇന്ന് കടന്നു പോകുന്ന ഈ സാഹചര്യത്തിൽ കൂടെ ദൈവം എന്നെ നടത്തിക്കുന്നുണ്ടെങ്കിൽ, ഈ സാഹചര്യത്തിനപ്പുറത്ത് വേറൊരു കാര്യം വെച്ചിട്ടുണ്ട്. ഓക്കെ. ഇങ്ങനെ നമ്മൾ ഈ ഹേർഡിൽസിൽ കൂടെ നമ്മൾ ജമ്പ് ചെയ്ത് അപ്പുറത്ത് ചെല്ലുമ്പോഴാണ് നമുക്കൊരു സ്മൂത്ത് റണ്ണിങ്ങിനുള്ള ഏരിയ കിട്ടുന്നത്. ഹേർഡിൽസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഞാൻ ഒത്തിരി ജാവലിൻ ത്രോ, പിന്നെ റണ്ണിങ്, പിന്നെന്താണ് ഇന്റർ കോളേജിയറ്റ് മീറ്റിനൊക്കെ പോയിട്ടുള്ളൊരു വ്യക്തിയാണ്. ഓട്ടത്തിനും ചാട്ടത്തിനും പി ടി ഉഷയുടെ അനിയത്തിയൊന്നും അല്ലെങ്കിലും എനിക്കതിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ഒരു വ്യക്തിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹാലേലുയ. ടെന്നീസിനാണ് ഞാൻ ഏറ്റവും കൂടുതൽ, ടെന്നിക്കോയറ്റിന് ഞാൻ കോളേജിലെ ചാമ്പ്യൻ ആയിരുന്നു ആ സമയത്ത്. പ്രൈസ് ദി ലോർഡ്. ഇപ്പോഴും ഞാനും ഹസ്ബൻഡും കൂടെ കളിക്കാൻ 5 മിനിറ്റ് പുള്ളിനെ തോപ്പിച്ച്, പിന്നെ കുറെ കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി തോപ്പിക്കുക എന്നുള്ളതല്ല ജീവിതത്തിൻ്റെ ഇത് രണ്ടുപേരും കൂടെ കളിക്കുക, ഒരുമിച്ച് എൻജോയ് ചെയ്യുക, അദ്ദേഹത്തെ ഡിസ്റ്റർബ് ചെയ്യാണ്ട് ആ കളി, ആ ടൈം, ഞങ്ങൾ ചെയ്യുന്ന കാര്യം എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. ഹാലേലുയ, ഹാലേലുയ. ആലെ കണ്ട കോർട്ടിലാണ് ഞങ്ങൾ കളിച്ചുകൊണ്ടിരുന്നത്. പള്ളിയും കഴിഞ്ഞ് വന്ന് അവിടെ നിന്ന് കുറേ നാൾ കളിക്കുമായിരുന്നു. ഹാലേലുയ, 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 ഹാലേലുയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ഹേർഡിൽസ് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ള ഒരു ഓട്ടം തന്നെയാണ്. നമ്മൾ നമ്മുടെ തുടേൻ്റെ അത്രയും തന്നെയും പൊക്കമുള്ള ഓരോ ഹേർഡിൽസാണ് അവിടെ കൊണ്ടുവന്ന് വെക്കുന്നത്. ഇത് ടച്ച് ചെയ്ത് വീഴിക്കാതെ നമ്മൾ അതിൻ്റെ മണ്ടയ്ക്ക് കൂടെ ചാടി ഓടണം. അതൊരു ചെറിയ സ്പേസിൽ ഇൻ ബിറ്റ്വീൻ നമുക്ക് കുറച്ച് സ്പേസ് ഉണ്ട്. 2 ജോഡ് കഴിയുമ്പോൾ പിന്നെ ഹേർഡിൽസാണ്, 2 ജോഡ് കഴിയുമ്പോൾ പിന്നെ ഹേർഡിൽസാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഹേർഡിൽ നമ്മൾ ചാടി അപ്പുറത്ത് കടന്നാൽ പിന്നെ ഒരു ലോങ് സ്ട്രെച്ച് ഓഫ് മൈതാനമാണ് കാണുന്നത്, ട്രാക്കാണ് കാണുന്നത്. നമ്മൾ അതിൽ കൂടെ ഓടിയാണ് നമ്മൾ. അപ്പം നമ്മുടെ ജീവിതത്തിലെ ഫൈനൽ ഡെസ്റ്റിനേഷൻ അതാണ്. പിന്നെ വരയിട്ട് വെച്ചിട്ടുണ്ടല്ലോ നമുക്ക് ട്രോഫി നേടാനായിട്ട്. ഓട്ടം അങ്ങനെ പാട്ടുണ്ടല്ലോ, ഓട്ടക്കളത്തിലോടുന്നോരനേകരെങ്കിലും
ബിരുദു പ്രാപിക്കുന്ന ദേവൻ മാത്രമല്ലയോ. പാപം ഭാരം തള്ളി ലക്ഷ്യം നോക്കി ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരാണ്. നമ്മുടെ ജീവിതം പ്രിയ മക്കളെ ഒരു ആത്മീയ ഓട്ടക്കളം തന്നെയാണ് ഇന്ന് ഞാനും നീയും എല്ലാം ഓടിക്കൊണ്ടിരിക്കുന്നത്. അനേകരാണ് ഓടുന്നത്. പക്ഷേ ബിരുദ പ്രാപിക്കുന്നവർ വചനമാണത് ഏകൻ മാത്രമാണ്. അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവൻ ദൈവത്തെ കാണും, ദൈവത്തിൻ്റെ മഹത്വം കാണും. പ്രൈസ് ദി ലോർഡ്. നീയും ഞാനും ആയിരിക്കുന്നത്, നിങ്ങൾ എൻ്റെ മുന്നിലിരിക്കുന്ന ഈ ചെറിയൊരു നമ്പർ ഓഫ് ആൾക്കാരെ കുറിച്ച് മാത്രമല്ല, ഈ വീഡിയോ കാണാൻ പോകുന്ന, വീഡിയോ അല്ല ഈ ഓഡിയോ കേൾക്കാൻ പോകുന്ന എല്ലാ ആൾക്കാരോടുമാണ് പറയുന്നത്. നീ ഇന്നൊരു നോക്കത്താത്ത ദൂരത്ത് കിടക്കുന്ന ഒരു ട്രാക്കിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ ട്രാക്ക് നിൻ്റെ ജീവിതത്തിൻ്റെ പാതയാണ്. അതിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഹേർഡിൽസ് ആണ്. ഹേർഡിൽസ് വൺ ആഫ്റ്റർ ദി അതർ, വൺ ആഫ്റ്റർ ദി അതർ, വൺ ആഫ്റ്റർ. ഒരു മര്യാദയ്ക്ക് ഒരു ജീവിതം ജീവിച്ച് ഇച്ചിരി 2 വർഷം കഴിയുമ്പോൾ എന്നെ അതിനേക്കാളും വലുത്. എൻ്റെ പേരമ്മ പറയുന്ന കാര്യം എപ്പോഴും ഞാൻ പറയാം. ഒരു തല ചവിട്ടി താത്തുമ്പോൾ 9 എണ്ണം പിന്നെ തലയും പൊക്കി മുഖത്തിന് നേരെ, നെഞ്ചിന് നേരെ, മുഖമല്ല നെഞ്ചിന് നേരെ നിൽക്കുക എന്ന് പറയാം. അതായത് ഒരു പ്രശ്നം അങ്ങോട്ടേക്ക് തീർത്ത് നമ്മൾ ഒന്ന് അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്ക് ഇരിക്കാന്ന് പറയുമ്പോൾ വേറൊരു കുരിശ് വരും. അത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു ഹേർഡിൽ നമ്മളൊന്ന് തരണം ചെയ്ത് പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പം വേറൊരു എണ്ണം വരും. അവസാനം പക്ഷേ ഞാൻ പറയട്ടെ, ഈ ഹേർഡിൽസ് എല്ലാം അവിടെ പ്ലേസ് ചെയ്തത് നമ്മുടെ കർത്താവായ ഈശോ മിശിഹ തന്നെയാണ്. കാരണം നീ ആ ഹേർഡിൽസ് പാസ്സായാൽ മാത്രമാണ് ഓരോ ഹേർഡിൽസ് നിന്നെ പിന്നാക്കം കളഞ്ഞ് നീ മുൻവശത്തോട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ ബിരുദ പ്രാപിക്കാൻ പോകുന്നത്. നിനക്കൊരു ട്രോഫി അതിൻ്റെ അങ്ങപ്പുറത്ത് ഇരിക്കുന്നുണ്ട്, അറിയാലോ അല്ലേ? ആ ട്രോഫി കിട്ടാൻ വേണ്ടിയല്ലേ നമ്മൾ ഈ ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കിരീടം നിന്റെ തലയിൽ ദൈവം വെച്ച് തരുമല്ല. പണ്ട് 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 കുറേ കാലങ്ങൾക്ക് മുൻപ് ഈ സിസ്റ്റർ ഏലിയാമ്മ എന്ന് ഞാൻ പറയാറുള്ള LNJP ഹോസ്പിറ്റലിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആ പുള്ളിക്കാരത്തി ഒരു ദിവസം ഞങ്ങൾ പ്രാർത്ഥിച്ച് എൻ്റെ വീട്ടിലിരുന്ന് ഈ കർത്താവ് ഈശോയുടെ, കരുണയുടെ ഈശോയുടെ താഴെ ആ ടേബിളിൻ്റെ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, ഒരു കിരീടം ഈശോ എൻ്റെ തലയിൽ വെച്ച് തരുന്നത് കാണുന്നുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ കിരീടത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഇത് ഓർമ്മ കിട്ടിയതാണ്. കിരീടത്തെക്കുറിച്ച് ഞാൻ മറന്നു പോയായിരുന്നു. അങ്ങനെ അന്ന് ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ കിരീടമൊക്കെ ഉണ്ട്, ഇങ്ങനെ അതൊക്കെ ഏതാണ്ടൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഈശോയെ ഞാൻ സഹിക്കുന്ന ഓരോ സഹനങ്ങളും ആ കിരീടത്തിൽ ഓരോരോ പവിഴമുത്തും ഓരോരോ എമറൽഡും ഓരോരോ റൂബീസും ഓരോരോ മറ്റ് വിലപിടിപ്പുള്ള കല്ലുകളും ഒക്കെ ആയിട്ട്, പവിഴങ്ങളും ഒക്കെ ആയിട്ട്, നമ്മുടെ പവിഴം എന്ന് പറയുമ്പോൾ പ്ലാസ്റ്റിക് കോട്ട് ചെയ്ത പവിഴമല്ല, നമ്മുടെ എന്താ പറയുക, ഇംഗ്ലണ്ടിലെ രാജകുമാരിയുടെ, ഡയാന രാജകുമാരിയുടെ പവിഴത്തിൻ്റെ ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ, അങ്ങനത്തെ. അങ്ങനെ ഓരോന്ന് ഞാൻ വെച്ച് പിടിപ്പിക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇവിടെ വെച്ച് പിടിപ്പിക്കാനുള്ള വെള്ളം കൂടെ പറിച്ച് ദൂരെ കളഞ്ഞിട്ട് ഓടാനാണ് തോന്നുന്നത്. പ്രൈസ് ദി ലോർഡ്. സഹനം, ഓരോ ഹേർഡിൽസ് ജീവിതത്തിൻ്റെ. ഞാൻ ഈശോനോട് ചോദിക്കുന്നതേ, പ്രൈസ് ദി ലോർഡ്, ഞാൻ പറയും, ഈശോയെ ഞാൻ ഇത്ര നാളായിട്ട് ശുശ്രൂഷ ചെയ്യുന്നുണ്ട്, ഞാൻ നിന്നെ വിട്ട് എവിടേക്കും പോവില്ല എന്ന് എനിക്കറിയാം. ഞാൻ മരിക്കുന്നവരെ, ചാകുന്നിടം വരെ, എൻ്റെ അന്ത്യശ്വാസം പോകുന്നവരെ നിൻ്റെ കരുണയെക്കുറിച്ച് മിണ്ടിക്കൊണ്ടിരിക്കും, മറ്റുള്ളവരെ അറിയിച്ചുകൊണ്ടിരിക്കും. ഇപ്പം കോവിഡ് നടന്നപ്പോഴത്തേക്ക് നമുക്ക് പള്ളിയിലെങ്ങും പോയി ക്ലാസ് പറയാനുള്ള ഒരു സംഭവം ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു ഗ്രൂപ്പ് മീറ്റിംഗ് തുടങ്ങി. അതായത് വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി. അതിൽ കൂടെ നമ്മൾ ഇൻ്റർനെറ്റിൽ കൂടെ നമ്മൾ ദൈവത്തെ അറിയിച്ചു കൊടുത്തോണ്ട് തന്നെയായിരിക്കും ഇരുന്നിരുന്നത്. അതും കഴിഞ്ഞപ്പോൾ ഇതിപ്പോൾ അത് വേറൊരു ഗ്രൂപ്പ്. പാതിരാത്രിക്ക് കിടന്നുറങ്ങേണ്ട നിങ്ങളെല്ലാവരും കൂടെ നമ്മൾ ഒരുമിച്ചിരിക്കുക. ഒരാൾ പരസ്പരം മുഖം പോലും, ആരുടെ മുഖം നമുക്കറിയത്തില്ല. 1-2 പേരെയൊക്കെ ഞാൻ ഇതിനകത്ത് കോളിൽ വിളിച്ചിട്ടുണ്ട്. വീഡിയോ കോളിൽ എൻ്റെ വീട്ടിലുള്ള സംഭവങ്ങൾ എന്തെങ്കിലും കാണിക്കാനായിരിക്കും വിചിത്രമായിട്ടുള്ളത്. അല്ലാതെ ആരുടെ മുഖം പോലും എനിക്കറിയത്തില്ല. എന്നെ പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, വീഡിയോ ഇട്ടിരിക്കുന്നുണ്ട്. എന്നിട്ടാണ് നമ്മൾ ഈ കൂടിയിരുന്ന വലിയ, ഇപ്പം ജോൺസൺ അവിടെ ഇരിക്കുന്നത്. ജോൺസൺ കറുത്തതാണോ വെളുത്താണോ എന്ന് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. ഉള്ളവനാണോ ചെറിയ ഹൈറ്റുള്ള, എനിക്കറിയത്തില്ല. പക്ഷേ ഇവിടെ ഇരുന്ന് തകൃതിയായിട്ട് പ്രാർത്ഥനയാണ് ഇവരെല്ലാവരും കൂടെ, നമ്മളെല്ലാവരും കൂടെ ചേർന്ന്. അപ്പം നിങ്ങൾ വിചാരിക്കേണ്ടത്, ദൈവം നിങ്ങളെ ഇങ്ങനെ തിരഞ്ഞെടുത്തെങ്കിൽ ഈ ഹേർഡിൽസ് നിറഞ്ഞ ജീവിത പാന്താവിൽ, എൻ്റെ മലയാളമൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുണ്ട്, അതും ഒരു നല്ല കാര്യം. നമ്മൾ പണ്ടൊക്കെ കേട്ട വാക്കുകളൊക്കെ എവിടെയെങ്കിലും കിടക്കുന്നുണ്ടാവുമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ജീവിത പാന്താവിൽ ഈ വെച്ചിരിക്കുന്ന ഹേർഡിൽസിനപ്പുറം നിന്നെയും കാത്ത് ഒരു ട്രോഫി, ഒരു കിരീടമുണ്ട്. ഡിപ്പെൻഡിങ് അപ്പോൺ ആ കിരീടത്തിൻ്റെ കിരീടമുണ്ട്, അത് നിങ്ങൾക്കറിയാം. കിരീടത്തിൻ്റെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നത് ഈ പറഞ്ഞ ഹേർഡിൽസ് ആണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്?
ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ നിറഞ്ഞ ആ ആ ആ ഒരു ഇതിൽ കൂടെ സഞ്ചരിക്കുമ്പോഴാണ് നമ്മുടെ കിരീടത്തിൻ്റെ മഹിമ കൂടുന്നത്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സഹോദരൻ, നീയും ഞാനും ഇന്ന് ലോകത്തിലുള്ള പല ആൾക്കാരും, ഇത് കേൾക്കുന്ന ആൾക്കാരും എല്ലാം ജീവിതത്തിൻ്റെ ഏതോ സഹിക്കാൻ പാടില്ലാത്തത് ഇട്ടെറിഞ്ഞേച്ച് പോകാമെന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ ഈ ഒരു കഴിഞ്ഞ 2-3 മാസമായിട്ട് എത്ര പ്രാവശ്യം നിങ്ങളിൽ പലരെയും വിളിച്ചിട്ട്, 2-3 പേരെയാണ് റെഗുലറായിട്ടുള്ളത്. 2 പേരാണ് സോഫിയ, ആലെ, അല്ലെങ്കിൽ ഇടയ്ക്ക് ജിപ്സി ഉണ്ടാവും. വിളിച്ചിട്ട് എത്രമാത്രം വേദനയോട് മതി മതി, ഇനി എനിക്ക് പറ്റില്ല എന്ന്. പക്ഷെ ഞാൻ ഇന്നും നിലനിൽക്കുകയല്ലേ. ആരാ നിർത്തിയത്? ദ ഗ്രേസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ കരുണയാണ്. കാരണം എന്താ? ഐ ആം എ ചോസൺ വൺ. എൻ്റെ ചുറ്റും നടക്കുന്ന ഒരു സംഭവത്തിനും എന്നെ തളർത്താൻ കഴിയില്ല. സംഭവങ്ങൾ നടക്കും, ഞാൻ കരയും, ഞാൻ കൂവും, ഞാൻ ഒച്ചയിടും, ഞാൻ ഓലിയിടും, എല്ലാം ചെയ്യും. പക്ഷേ ഇതിനൊന്നും എന്നെ ഇല്ലായ്മ ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായോ? നിന്നെ ഇല്ലായ്മ ചെയ്യാൻ പറ്റത്തില്ല. നിന്റെ പ്രശ്നങ്ങൾ നിന്നെക്കാളും വലുതാണ്, മൗണ്ടൻ പോലെ മേളിൽ നിൽക്കുകയാണ്. ബട്ട് ഡെവിൾ ഇവിടെ നിന്ന് ഇപ്പം ചീറ്റിക്കൊണ്ടിരിക്കുന്ന ഡെവിളിനോടാ പറയണേ, യു ക്യാൻ നോട്ട് കൺട്രോൾ മീ. മൈ ലൈഫ് ഈസ് ഇൻ ദ ഹാൻഡ് ഓഫ് ഗോഡ് ആൻഡ് ദാറ്റ് ഇറ്റ് വിൽ ബി ഓൾ ദ ടൈം. നീ ഇവിടെ കിടന്ന് ചിലയ്ക്കുകയോ ചീവീട് രൂപത്തിൽ വരുവോ, സാക്ഷാൽ ലൂസിഫറിൻ്റെ രൂപത്തിലൊക്കെ വന്നു. പക്ഷേ you cannot overcome me. You will not overwhelm me because I am a child of God. I am washed by the precious blood of Jesus Christ, and I am redeemed by the precious blood of Jesus Christ, which he shed on the cross. And you have no control over me. നീ മുറിയിൽ നിൽക്കുന്ന നീ ചീറ്റ്, നിനക്ക് ചിറ്റണമെങ്കിൽ ചീറ്റ്, നിനക്ക് ഒച്ച ഉണ്ടാക്കണേ ഒച്ച ഉണ്ടാക്ക്, അതെന്നെ ഡിസ്റ്റർബ് ചെയ്യും. കാരണം ഞാൻ ഒരു മനുഷ്യജീവിയാണ്. പക്ഷേ ഐ ട്രസ്റ്റ് ഇൻ മൈ ഗോഡ്. ഞാൻ എൻ്റെ ജീവിതത്തിന് വേണ്ടിയിട്ട് എൻ്റെ ക്രിസ്തുവിൽ, എൻ്റെ കർത്താവിൽ, എൻ്റെ രക്ഷകനിൽ ഞാൻ പ്രത്യാശ വെച്ചിരിക്കുന്നു. യേശുവേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ചുഗതർ നമ്മളെല്ലാവരും ഒന്ന് ചേർത്ത് പറഞ്ഞേ, ഒച്ചയിൽ പറഞ്ഞേ, യേശുവേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. യേശുവേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ജീസസ്, 7 പ്രാവശ്യം പറഞ്ഞു. ജീസസ്, ഐ ട്രസ്റ്റ് ഇൻ യു. ജീസസ്, ഐ ട്രസ്റ്റ് ഇൻ യു ഫോർ മൈ ലൈഫ്. ജീസസ്, ഐ ട്രസ്റ്റ് ഇൻ യു ഫോർ മൈ ഫാമിലി. Jesus, I trust in you for my children. Jesus, I trust in you for my religious life. Jesus, I trust in you for my calling. Jesus, I trust in you for my spiritual life. എൻ്റെ ജീവിത പാന്താവിൽ ജീസസ്, ഐ ട്രസ്റ്റ് ഇൻ യു. എൻ്റെ രോഗത്തിൽ ഞാൻ ജീസസ്, ഐ ട്രസ്റ്റ് ഇൻ യു. എൻ്റെ ആത്മീയ ജീവിതത്തിൽ ജീസസ്, ഐ ട്രസ്റ്റ് ഇൻ യു. ആമേൻ, ആമേൻ, ആമേൻ. എൻ്റെ പ്രശ്നങ്ങളിൽ ജീസസ്, ഐ ട്രസ്റ്റ് ഇൻ യു. മല പോലെ നിൽക്കുന്ന എൻ്റെ പ്രശ്നത്തിൽ ജീസസ്, ഐ ട്രസ്റ്റ് ഇൻ യു. ആമേൻ, 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 ആമേൻ. എന്നെ തകർത്തിക്കളയുമെന്ന് വെല്ലുവിളിക്കുന്ന പോരാളികളോട്, ജീവിതത്തിൻ്റെയും ലോകത്തിൻ്റെയും ഈ ആത്മീയ തലത്തിലുള്ള പോരാളികളോട് ഞാൻ പറയുന്നു, ജീസസ്, ഐ ട്രസ്റ്റ് ഇൻ യു. ഞങ്ങളുടെ പ്രത്യാശ ദൈവത്തിലാണ്, ഞങ്ങളുടെ പ്രതീക്ഷ കർത്താവിലാണ്. കർത്താവ് മരിച്ച് കർത്താവായ യേശുവിൻ്റെ വിജയത്തിലാണ് ഞങ്ങളുടെ പ്രത്യാശ. കർത്താവായ യേശു സ്വർഗത്തിൽ പിതാവായ ദൈവത്തിൻ്റെ മുൻപിൽ ഞങ്ങൾക്ക് വേണ്ടി സാഷ്ടാംഗം വീണ് മോർണിംഗ് ആൻഡ് ഗ്രോണിങ് വിത്ത് ഗ്രോണിങ് ഞരങ്ങി മൂളിയും മധ്യസ്ഥം വഹിക്കുന്ന യേശുവിലാണ് ഞങ്ങളുടെ പ്രത്യാശ. പിശാചേ, നിനക്ക് ഞങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നീ പോയിക്കോ. ഞങ്ങളുടെ മക്കളെ കെട്ടിയിടാൻ പറ്റത്തില്ല. ഞങ്ങളുടെ ഭാവിയെ കെട്ടിയിടാൻ പറ്റത്തില്ല. ഞങ്ങളുടെ ജോലിയെ കെട്ടിയിടാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് ദൈവം കൈ നീട്ടി ഞങ്ങളെ അനുഗ്രഹിക്കുന്ന അനുഗ്രഹത്തെ നിനക്ക് ഇല്ലാതാക്കാൻ പറ്റില്ല. പിശാചേ, പോ, നീ പോയിക്കോ. ഹല്ലേലൂയ. കർത്താവായ യേശുവിൻ്റെ നാമത്തിലാണ് നിന്നോട് പറഞ്ഞത്. ദൈവം തരുന്ന അനുഗ്രഹത്തെ ഞങ്ങളുടെ ജീവിതത്തിലെ, പ്രത്യേകിച്ച് ഈ മിഡ് നൈറ്റ് മിറക്കിളിലെ ഗ്രൂപ്പിലെ ആൾക്കാർക്ക് ദൈവം 2026 തയ്യാറാക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹത്തെ നിനക്ക് തകർക്കാൻ കഴിയില്ല പിശാചേ. ഐ ആം സ്പീക്കിംഗ് ബൈ ദി അതോറിറ്റി ഗോഡ് ഹാസ് ഗിവൺ മീ. ഒരു ശുശ്രൂഷക എന്നുള്ള നിലയ്ക്ക് 27 വർഷത്തെ ദൈവനാമത്തിൻ്റെ ശുശ്രൂഷയിൽ ഞാൻ ഏറ്റുപറയുകയാണ്, പിശാചേ, 2026 ദൈവം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വെച്ച് നീട്ടിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഞങ്ങൾ ഈ വർഷം അനുഭവിച്ചിട്ടേ തീരുള്ളൂ. ഞങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും. നിനക്ക് തടുക്കാൻ പറ്റത്തില്ല. നോ ഈവിൾ ക്യാൻ ടച്ചസ്, നോ ഈവിൾ ക്യാൻ. ഇത് ക്യാരി ചെയ്ത് കൊണ്ടുപോയി നിന്നെ ആരാധിക്കുന്നവർക്ക് കൊടുക്കാൻ ഞങ്ങളുടെ അനുഗ്രഹങ്ങൾ കിട്ടത്തില്ല. കാരണം ഇത് കർത്താവായ യേശുവിൻ്റെ രക്തത്തിൽ മുദ്ര ചെയ്തതാണ്. ഞങ്ങൾ ഓരോരുത്തരും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ മുദ്ര ചെയ്യപ്പെട്ടതാണ്. കർത്താവായ യേശുവിൻ്റെ തിരുരക്തം ഞങ്ങളുടെ നെറ്റിയിൽ മുദ്രണം ചെയ്യപ്പെട്ടതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീസസ്, 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 ജീസസ്. രക്തം, 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 രക്തം.
യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ രക്തം, 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 യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ രക്തം. പരിശുദ്ധാത്മാവ് നിറയുന്നത് ഞാൻ അറിയുന്നുണ്ട്. യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ രക്തം. ആരുടെയൊക്കെ മേളിൽ സ്പർശിക്കുന്ന യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ രക്തം, 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 രക്തം. ആമേൻ, 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 ആമേൻ. ഹാലേലിയ. ചുമ്മാതല്ല, പരിശുദ്ധാത്മാവിനെ വിളിച്ച് അപേക്ഷിക്കുന്നതുകൊണ്ടാണ് ഇതൊക്കെ. ഇതുവരെ ഇല്ലാതിരുന്ന ഒരു മാതൃകയിലാണ് ഇന്ന് പ്രാർത്ഥിച്ചത്. ആമേൻ, ആമേൻ. ജിറ്റ്സി പറഞ്ഞോളൂ. ജിറ്റ്സി പറഞ്ഞോളൂ. എന്തെങ്കിലും പ്രയറിന്റെ ഇത് പറയാനുണ്ടോ? അൺമ്യൂട്ട് ചെയ്തോളൂ. എന്തോ പ്രശ്നമുണ്ടോ? ഗ്ലാഡിസ്? നല്ലൊരു സ്പിരിച്വൽ പ്രയർ ആയിരുന്നു. നമുക്കത് അനുഭവയോഗ്യമായിരുന്നു. നമുക്ക് നമ്മുടെ രീതിയിൽ വിശ്വാസത്തിൽ മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്നവരാണ് നമ്മള്. മറ്റുള്ളവരെ പോലെയല്ല. ജീവിതാനുഭവം എല്ലാം മൂലം ദൈവത്തെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നവരാണ്. പ്രത്യേക സാഹചര്യത്താല് ജീവിതം ഉണ്ടാക്കിയ പ്രത്യേക കാരണങ്ങളാല് നമ്മൾ നമ്മുടെ ജീവിതം ആത്മീയ ഓട്ടത്തിലാണ്. അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവർ രക്ഷ പ്രാപിക്കുന്നു. ഇനി അവസാനം ഉള്ള ആ സ്പിരിച്വൽ ഇത് എനിക്ക് ഭയങ്കരമായിട്ടൊരു എന്താ പറയണ്ടേ, ശരീരം നല്ലപോലെ അങ്ങോട്ട് വിറയ്ക്കുന്ന പോലെ തോന്നി. ഞാനും വിചാരിച്ചു താഴത്തുകാരിപ്പോ എന്റെ ഹസ്ബൻഡിന്റെ അവിടെ ഒന്ന് വിളിച്ചു പറയും. ആളുറങ്ങാൻ പോയെന്ന് എനിക്കറിയത്തില്ല. ഒച്ച ആത്മാവ് നിറഞ്ഞിട്ടായിരുന്നു. ലാലി പറഞ്ഞോളൂ. പറയാൻ പറ്റുമോ? ജോലിയിലാണോ? പറഞ്ഞോ. പ്രാർത്ഥനയാണ് സിസ്റ്റർ. പിന്നെ നമ്മൾ ഓരോരുത്തരും തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അപ്പൊ നമ്മുടെ മുമ്പില് ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളും ദൈവം അനുവദിക്കുന്നത് തന്നെയാണ്. പക്ഷെ ആ പ്രശ്നങ്ങളും കാര്യങ്ങളും വന്നു കഴിയുമ്പോൾ നമ്മൾ അതിനെ മറികടക്കാനായിട്ട് ദൈവത്തിൽ ആശ്രയിക്കും. അതിനെ കൂടുതൽ ആശ്രയിച്ച് നമ്മൾ തന്നെ കൂടുതൽ ശക്തിപ്പെടും. അപ്പൊ ദൈവം നമ്മൾക്ക് വേണ്ടി ആ ഒരുക്കിയിരിക്കുന്ന പദ്ധതിയിലേക്ക് എത്തിക്കുന്നോടം വരെ ഇങ്ങനെയുള്ള അപ്പൊ അത്രയ്ക്ക് നമ്മൾ ആത്മാവിൽ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളും കൂടെ കടന്നു പോകേണ്ടി വരും. ഒരു പ്രത്യേകമായ നല്ലൊരു അഭിഷേകം നിറഞ്ഞൊരു പ്രാർത്ഥനയും മറ്റുമൊക്കെയായിരുന്നു. നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങള്, വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ, ഓരോ അനുഭവങ്ങൾ വന്നപ്പോഴാണ് കൂടുതൽ ഈശോയിലേക്ക് അടുക്കാനായിട്ട് ആ സാഹചര്യം ഉണ്ടായത്. അപ്പം കൂടുതൽ അടുത്തപ്പോഴാണ് ഈശോയുമായിട്ടൊരു കണ്ടുമുട്ടൽ. നമ്മൾ ഈശോയെ സ്വന്തമാക്കി. ഈശോയെ അറിയാം എന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനെ ഒരു പ്രോസസ് ആയിട്ട് ഇങ്ങനെ പ്രാർത്ഥനകളും ആവശ്യം വരുമ്പോൾ പ്രാർത്ഥിക്കുന്നു, അങ്ങനെ ഒരു ഇതായിരുന്നു. പക്ഷെ ഈ കണ്ടുമുട്ടൽ സഹനങ്ങൾ ഒത്തിരി ഭയങ്കരമായിട്ട് ഇത് വന്നപ്പോഴാണ് കൂടുതൽ തീഷ്ണമായിട്ട് പ്രാർത്ഥിച്ചു. ആ സമയത്താണ് യേശുവിനെ കണ്ടുമുട്ടിയതും അനുഭവമായത്. ഈശോയുടെ അനുഭവം, ഈശോയെ സ്വന്തമാക്കി. അങ്ങനെ ഈ അനുഭവത്തിൽ കൂടെ പോകുമ്പോൾ അത് നമ്മൾക്ക് കിട്ടാനിരിക്കുന്ന മഹത്വം. ഇനി ഇത് കഴിയുമ്പം ഒരു ജീവിത മത്സരം സിസ്റ്റർ പറഞ്ഞാല് അതൊരു ഓട്ട മത്സരമാണ്. ആ മത്സരത്തിൽ ജയിക്കുന്നവർക്ക് കിരീടം കിട്ടും. അതുപോലെ നമ്മൾ ഈ സാധനങ്ങളൊക്കെ കഴിഞ്ഞ് ചെല്ലുമ്പോൾ നമുക്ക് നല്ലൊരു കിരീടം കിട്ടാനുണ്ട്. അതിനുവേണ്ടി സാധനങ്ങളൊക്കെ സഹിക്കുക, അത് സഹിക്കാനുള്ള ശക്തി ഈശോയായിട്ട് നല്ലൊരു വിഷയമുള്ള പ്രാർത്ഥന. അവസാനമായിട്ട് പരിശുദ്ധാത്മാവിന്റെ ഒരു അഭിഷേകം, നല്ല കുളിരും, അങ്ങനെ കണ്ണിക്കൂടെയൊക്കെ കണ്ണീര് വരുന്നൊരു അനുഭവം. ഞാനും എനിക്ക് തോന്നുന്നു നമ്മൾ ഈ പരിശുദ്ധാത്മാവിനെ ഇൻവോക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് കൂടുതലായിട്ട് ഈ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ ഈ ഒരു 6 ദിവസം കൊണ്ട് തന്നെ ആയത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പറഞ്ഞോളൂ. സോഫി പറഞ്ഞു. ആമേൻ. അവസാനം വന്നപ്പോഴേക്കും ഭയങ്കര മേലൊക്കെ കുളിര് പോലെ പോയി. പിന്നെ ഭയങ്കര സങ്കടമായിരുന്നു. ഫീലിംഗ് അനുഭവിച്ചു. നമ്മള് പിന്നെ ദൈവം നമ്മളെ തിരഞ്ഞെടുക്കപ്പെട്ടതാണ്. ദൈവം നമ്മളെ തിരഞ്ഞെടുക്കപ്പെട്ടതാണ്. അപ്പൊ നമ്മള്
അപ്പൊ അത് കാരണം കൊണ്ട് ചൂസൻ വന്നത് തന്നെയാണെന്ന് ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ദൈവമാണ് നമ്മളെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായിട്ട് അർത്ഥങ്ങൾ അഭ്യസിച്ചോളൂ. ദുരിതങ്ങൾ വന്ന കാരണം കൊണ്ടാണല്ലോ നമ്മൾ അതുപോലെ തന്നെ അവസാനം വരെ സഹിച്ചു നിൽക്കുന്ന രക്ഷപ്പെടുന്ന പറഞ്ഞിരിക്കുന്നത്. അതുപോലെ നല്ല ഓട്ടം പൂർത്തിയാക്കി ജീവന്റെ കിരീടം നമുക്ക് വാങ്ങാം. അപ്പോൾ നമ്മൾ ഈ ഓട്ട മത്സരത്തിൽ ഓടിക്കൊണ്ടിരിക്കുക. എല്ലാ സഹനങ്ങളും ഈശോയ്ക്ക് കാഴ്ചവെച്ചുകൊണ്ട് എല്ലാവരുടെ മനസ്സാന്തരത്തിനും ജീവിതത്തിനും ആത്മാക്കളെ നേടാനും വേണ്ടിയിട്ട് നല്ല ഓട്ടം പൂർത്തിയാക്കിയിട്ട് ജീവന്റെ കിരീടം യേശുവിൽ നമുക്ക് വാങ്ങാം. അഭിഷേകമായിരുന്നു. അച്ഛൻ പറഞ്ഞ പോലെ സിസ്റ്റർ പറഞ്ഞ പോലെ ചോസൺ വൺസ് ആണ് എന്ന് പറഞ്ഞു കേൾക്കുമ്പോ ഈശോ എന്നെയും പരിഗണിച്ചല്ലോ എന്നോർത്തിട്ട് എനിക്ക് സന്തോഷം. എന്താ ദൈവഹിതം എന്താണോ അതുപോലെ ഇനിയുള്ള കാലം ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിനെ ഈശോ സഹായിക്കട്ടെ. ആത്മാക്കളെ നേടാനുള്ള ഒരു ഓട്ടത്തില് എൻ്റെ കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പരിശുദ്ധാത്മാവ് സഹായിച്ചാൽ അത് സാധിക്കും. അതിന് പരിശുദ്ധാത്മാവിന്റെ കൂടെ നിന്ന് അതിനുവേണ്ടി എൻ്റെ സൈഡിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് ചെയ്യണമെന്ന് എൻ്റെ ആഗ്രഹം. പ്രാർത്ഥനയിൽ കൂടുതൽ വളരണം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇനിയും കൂടുതലായിട്ട് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അതൊക്കെ എൻ്റെ ആഗ്രഹം. അത് എല്ലാം എൻ്റെ ആ ഒരു പ്രാർത്ഥന ജീവിതത്തിൽ ഇനിയും കുറച്ചും കൂടെ ആത്മീയതയിൽ ഉയർന്നു വരാൻ പറ്റുന്ന വിശ്വസിക്കുന്ന ഞാൻ. എന്തായാലും ഇതൊക്കെ ഈ ഗ്രൂപ്പിന്റെ കൂടെ ആയതുകൊണ്ട് എനിക്ക് ധൈര്യമുണ്ട്. സിസ്റ്ററിന്റെ കൂടെ ആയതുകൊണ്ട് അഭിഷേകം നമ്മൾ ഈശോയുടെ കൂടെ ആയതുകൊണ്ട് നമുക്ക് പ്രതീക്ഷയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ 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 ആമേൻ. ഇന്ന് പ്രിയ മക്കളെ, ഇന്ന് 3 രാജാക്കന്മാരുടെ തിരുനാളാണ്. നമ്മൾ ഞായറാഴ്ചയാണ് ഇത് ആഘോഷിച്ചത്. അത് സഭ അങ്ങനെ അനുവദിക്കുന്നതാണ്. 6-ാം തീയതി എപ്പിഫനി എന്ന് പറയുന്ന പെരുന്നാൾ 6-ാം തീയതിയാണ്, ജാനുവരി 6-നാണ്. അത് ക്രിസ്മസ് 25-ാം തീയതി ഡിസംബറിലാണെങ്കിൽ എപ്പിഫനി അത് മാറത്തില്ല, 6-ാം തീയതി തന്നെയാണ്. ഇന്നാണ് പിന്നെ സഭ പിന്നെ അതിന് തൊട്ട് മുൻപ് വരുന്ന അത് ഞായറാഴ്ച ആയത് എന്താക്കുന്നത്, അത് കുർബാന അത് ചൊല്ലുന്നത് എന്തുകൊണ്ടെന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിനും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ എപ്പിഫനിയാണെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഇന്ന് വരെ എല്ലാം അവധിയാണ്. നാളെ തുടങ്ങി നോർമലായിട്ടുള്ള ഫങ്ഷൻ നടത്തും. അപ്പം രാജാക്കന്മാർ നിങ്ങൾക്കറിയാം, പൊന്നുമീറ കുന്തിരിക്കും. പൊന്നുമീറ കുന്തിരിക്കും കാഴ്ചയുമായി പാടുവാൻ വരിൻ, അങ്ങനെ പറഞ്ഞ് നല്ലൊരു പാട്ടൊക്കെ ഉണ്ട്. ഓമന കുഞ്ഞിത ജാതന, നിങ്ങൾക്കറിയാവുന്ന അറിയത്തില്ല. ഏതായാലും രാജാക്കന്മാരെ കുന്തിരിക്കാൻ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. ഞാൻ സഹോദര നിന്നോട് ചോദിക്കട്ടെ, രാജാക്കന്മാർ ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവന്ന് ആ കുഞ്ഞിൻ്റെ കാൽച്ചോട്ടിൽ വെച്ച് രാജകീയത്വം വെളിപ്പെടുത്തി പൊന്ന്, അതെന്നല്ല അച്ഛൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിരുന്നല്ലോ. അതുപോലെ തന്നെ ഇൻസെൻസ്, മീറ, അതെല്ലാം കർത്താവിനോടുകൂടെ നമ്മളും അടക്കം കർത്താവ് മരിച്ചതുപോലെ നമ്മളും അടക്കം ചെയ്യപ്പെടും. അതിലും പ്രതീക്ഷയുണ്ട്, നമുക്ക് ഉയർത്തെഴുന്നേൽക്കാം. ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ടത്, നിങ്ങളുടെ കയ്യിൽ പൊന്നും മീറയും കുന്തിരിക്കൊന്നുമില്ല, പ്രത്യേകിച്ച് ഇപ്പോൾ 1 ലക്ഷത്തിൽ കൂടുതൽ ഒരു പവനായി എന്ന് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് പ്രത്യേകം പൊന്നുമായിട്ട് കൊണ്ടുവരണ്ട. പിന്നെ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇൻഷുറൻസൊന്നും അതിനൊന്നും മേടിക്കാനൊന്നും നിങ്ങൾ മെനക്കെടണ്ട. എന്ത് കൊടുക്കാൻ പറ്റും? ജീവിതം കൊടുക്കാൻ പറ്റുമോ? അടിയറവ് വെക്കാൻ പറ്റുമോ ആ രാജാവിൻ്റെ പാദത്തിൽ? ആ ഒരു പ്രതിഷ്ഠ നിങ്ങളിപ്പോൾ ചെയ്യുക. അവനവൻ തന്നെ ചെയ്താൽ മതി. ഞാനൊന്നും മിണ്ടുന്നില്ല. ഒരു 5 മിനിറ്റ് തരാം. നിങ്ങൾക്ക് പറയാവുന്ന രീതിയിൽ ഈശോയുടെ 5 മിനിറ്റ് എണ്ണിക്കൊണ്ട് 5 മിനിറ്റ് ഞാൻ തരാം. ഇപ്പോൾ 20:15 ആയിട്ടുണ്ട്. അപ്പം 20 വരെയും നിങ്ങൾ പ്രാർത്ഥിക്കുക. പറയുക, നിങ്ങളെങ്ങനെ ദൈവത്തെ സ്നേഹിക്കുന്നു, നിങ്ങൾ എന്തും കൊണ്ടാണ് വന്നത്, നിങ്ങളുടെ ജീവിതം തന്നെയാണ് കൊടുക്കേണ്ടത്. പ്രാർത്ഥിച്ച് നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ എന്തെങ്കിലും പ്രോംപ്റ്റിങ്സ് തരാം. ഹല്ലേലൂയ. ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. അതാണ് അവനവൻ തന്നെത്താനെ പറഞ്ഞത്. നിങ്ങൾ ദൈവത്തിന് സമർപ്പിക്കുക. രാജാവിനുള്ള കാഴ്ച നിങ്ങളുടെ എല്ലാം ആകട്ടെ. സമർപ്പിക്കുന്നു എന്നെ, എൻ്റെ കുടുംബത്തെ, എനിക്ക് അങ്ങ് തന്നിട്ടുള്ള എല്ലാം അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഇനി മുമ്പോട്ടുള്ള എൻ്റെ ജീവിതം, മരണം വരെയുള്ള ജീവിതം ഈശോയെ ഞാൻ അങ്ങയുടെ
തിരുവനന്തപുരത്തെ സമർപ്പിക്കുന്നു. അല്ലെ ഈശോയെ, അങ്ങ് തന്ന എനിക്ക് തന്ന എന്റെ ജീവിതവും എന്റെ മക്കൾ, എന്റെ ജീവിതം പൂർണ്ണമായിട്ട് അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ കൂടെ ഇനിയുള്ള കാലം ഈശോയെ അങ്ങേക്ക് വേണ്ടി ആത്മാക്കളെ നേടാനും അതിനു വേണ്ടി ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങ് എന്നെ ഇല്ലായ്മയിൽ നിന്ന് ഒഴിവാക്കി ആർക്കും വേണ്ടാതിരുന്നപ്പോഴും അങ്ങ് എന്നെ വേണ്ടുകൊണ്ട് അങ്ങ് എനിക്ക് വേണ്ടി മരിച്ച് അങ്ങ് എനിക്ക് വേണ്ടി അവസാന തുള്ളി ജലവും രക്തവും ഒഴുക്കി എന്നെ വീണ്ടെടുത്തു. അവസാന തുള്ളി വരെ എനിക്ക് വേണ്ടി ഒഴുക്കാൻ അങ്ങ് തയ്യാറായിരുന്നു. കുരിശിൽ മരിച്ചത് പോരാഞ്ഞിട്ടും മരിച്ചു കഴിഞ്ഞിട്ടും ഈ തിരുജലവും തിരുരക്തവും എനിക്കായി ഒഴുക്കി എന്നെ വീണ്ടെടുത്തു. അതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവെ. ആ ഒരു തിരുജലത്തെയും തിരുരക്തത്തെയും കുറിച്ച് ലോകം മുഴുവനിലുള്ള ആൾക്കാരുടെ അരികിലോട്ട് കഴിയുന്ന രീതിയിലൊക്കെ എത്തിക്കാനായിട്ട് ഞാൻ എന്നെ തന്നെ ആ കുഞ്ഞിപ്പാദങ്ങളിൽ ഞാൻ പ്രതിഷ്ഠ ചെയ്യുന്നു. എന്നെയും എനിക്കുള്ളതെല്ലാത്തിനെയും എന്നെയും എനിക്ക് അങ്ങ് തന്നിരിക്കുന്ന റിസോഴ്സസ് ഉപയോഗിച്ച് അങ്ങനെയാണ് കർത്താവ് ഇതുവരെ ശുശ്രൂഷ ചെയ്തിരിക്കുന്നത്. എൻ്റെ ആരോഗ്യത്തെ, എൻ്റെ ധനത്തെ, എനിക്ക് തന്നിരിക്കുന്ന എല്ലാത്തിനെയും ശുശ്രൂഷയ്ക്ക് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്ന് എൻ്റെ മകള് നാളെ 7-ാം തീയതി ജാനുവരി എൻ്റെ മകളുടെ ബർത്ത്ഡേ ആണ്. അവള് ഇന്നലെ വരെയുള്ള ഒരു വ്യക്തി അല്ലാണ്ട് കർത്താവ്, ഇന്ന് വരെയുള്ള ഒരു വ്യക്തി അല്ലാണ്ട് നാളെ അവൾ ജനിച്ചെങ്കിൽ നാളെ അവളുടെ ആദ്യത്തെ ആത്മീയ ബർത്ത് നാളെ ഉണ്ടാകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സമയം തന്നെ എല്ലാ ദിവസവും 2 സ്ഥലങ്ങളിൽ നിന്ന് ഗ്രിഗോറിയൻ മാസ ആത്മാവിന് വേണ്ടി ഞങ്ങൾ അച്ഛന്മാർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ അവർ ഒരു സ്പിരിച്വൽ റീബർത്ത് എൻ്റെ മകൾക്ക് ഉണ്ടാകുന്നതിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവളെയും കൂടെ ഞാൻ ചേർത്ത് സമർപ്പിക്കുന്നു. പിന്നെ ഞാൻ ജോലി ചെയ്യുന്നില്ല. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ആണ് എല്ലാ പൈസകളും. നാട്ടിൽ ഹസ്ബൻഡ് വരാതിരുന്ന സമയത്ത് ഞാൻ പോയിട്ടുണ്ട്. അതെല്ലായ്പ്പോഴും ലണ്ടൻ സീസണിലാണ് പോയി പല പള്ളികളിൽ കരുണയുടെ പെരുന്നാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് അതിനുള്ള ആ ഒരു പ്രചോദനം കൊടുത്തു, ക്ലാസ് കൊടുത്തു, അതിൻ്റെ പ്രത്യേകത മനസ്സിലാക്കി. കരുണയുടെ പെരുന്നാളിനെ കുറിച്ച് അതിന് ഞാൻ ഈശോയ്ക്ക് നന്ദി പറയുന്നു. ഞാൻ വീണ്ടും ഇത് തന്നെ എൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യശ്വാസം വരെയും ചെയ്യാൻ അങ്ങ് എനിക്ക് കൃപ തരണമേ. എൻ്റെ ആരോഗ്യത്തെ നിലനിർത്തണമേ, എൻ്റെ ബന്ധങ്ങളെ നിലനിർത്തണമേ, എൻ്റെ ഫിനാൻസസ് ബ്ലസ് ചെയ്യണമേ. ആമേൻ, ആമേൻ. എൻ്റെ ഹസ്ബൻഡിൻ്റെ ആരോഗ്യത്തെ നിലനിർത്തണമേ. മകളെ സമർപ്പിക്കുന്നു. ഞങ്ങളെല്ലാവരും ചേർന്ന് അവളുടെ ഒരു പുതിയൊരു റീബർത്ത് ആത്മീയ തലത്തിൽ അവൾ ജനിക്കാനായിട്ട് കർത്താവെ, ഞാൻ അവളെ എൻ്റെ കൈകളിൽ പിടിച്ച് ഞാൻ അങ്ങേ കരങ്ങളിലോട്ട് അവളെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ എന്നെ തന്നെ സാഷ്ടാംഗം വീണ് സ്വർഗത്തിൽ സാഷ്ടാംഗം വീണ് ആ ഉണ്ണി യേശുവിൻ്റെ പാദത്തിൽ ഞാൻ സമർപ്പിക്കുന്നു, വീണ്ടും സമർപ്പിക്കുന്നു. ഐ റീഡെഡിക്കേറ്റ് മൈസെൽഫ് ടു യു ലോർഡ്. എല്ലാ വർഷവും ചെയ്യുന്നതാണ്. ഇപ്പം ഈ ഒരു നിമിഷം 3 രാജാക്കന്മാർ വന്ന് അങ്ങേക്ക് സമ്മാനങ്ങൾ അർപ്പിച്ചു. അതിൻ്റെ പോലെ ഞാനും, എനിക്ക് വേറൊന്നും തരാനില്ല, സ്വർണ്ണവും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഇതാ എൻ്റെ ജീവിതത്തെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഏറ്റെടുക്കണമേ നാഥ, ഉപയോഗിക്കണമേ നാഥ. മെൽറ്റ് മീ, മോൾഡ് മീ. അങ്ങയുടെ രാജ്യത്തിനായിട്ട് ആളായിട്ടും കൂടെ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഈ ഗ്രൂപ്പിലെ ഓരോ വ്യക്തികളെ സമർപ്പിക്കുന്നു. 2 ഗ്രൂപ്പിലുള്ള ആൾക്കാരെ എല്ലാം സമർപ്പിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. അനോയിന്റ് ചെയ്യണമേ, പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം നടത്തണമേ. അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങളെ മുദ്രയിടണമേ. എൻ്റെ മകളെ, എൻ്റെ ഹസ്ബൻഡിനെ മുദ്രയിടണമേ. ഇത്രയും കാലം ഹസ്ബൻഡാണ് എല്ലാ ചെലവുകളും വഹിച്ച് എവിടെ പോകുന്നതിനും എന്നെ വിലക്കിയിട്ടുള്ള ആ ഒരു അനുഗ്രഹം ഇനിയും ആരോഗ്യം നിറഞ്ഞ ജീവിതം ശിഷ്ടകാലം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. സോഫി. എന്റെ സർവസ്വവും ഞാൻ ഈശോയ്ക്ക് സമർപ്പിക്കുന്ന കർത്താവ്, എന്റെ കുടുംബത്തെയും എന്റെ ജീവിത പങ്കാളിയും മക്കളെയും സമർപ്പിക്കുന്ന കർത്താവ്, ഇനിയുള്ള ജീവിതം ഒരു നിമിഷം പോലും അങ്ങനെ നടന്നിരിക്കാതെ മരണം വരെ ഈശോയിൽ ആശ്രയിച്ച് ജീവന്റെ കിരീടത്തിനായി ഞാൻ പരിശ്രമിക്കാമെന്ന് ഈശോയ്ക്ക് വേണ്ടി ഞാൻ സമർപ്പിച്ച് പ്രതിഷ്ഠ വയ്ക്കുന്നു. അടുത്ത ആരാ? ലാലിയാണ് പറയാനുള്ളത്. ഓക്കെ, പറഞ്ഞോ. സോറി. എന്റെ ഈശോയെ, അനാദി മുതലേ അവിടുന്ന് എന്നെ കുറിച്ചുള്ള പദ്ധതി പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എന്നെ തന്നെ കർത്താവിന്റെ ദാസി എന്ന കാൽക്കീഴിൽ സമർപ്പിക്കുന്നു. ഈശോയെ, അതിനുള്ള കൃപകളും വരങ്ങളും കൊണ്ട് എന്നെ നിറയ്ക്കണമേ. ആ രീതിയിൽ എന്നെ രൂപാന്തരപ്പെടുത്തണമേ. ഒരിക്കലും
കർത്താവ് അവിടെ നിന്ന് കൃപകളെ കുറിച്ച് അഹങ്കരിച്ചു പോകാതെ ഈശോയെ അതിന് അഹങ്കരിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്നെ ആമേൻ തന്നെ അവിടുന്ന് പൂർണ്ണമായിട്ടും വിശുദ്ധീകരിച്ചതിന് ശേഷം മാത്രം കർത്താവ് അങ്ങ് ആഗ്രഹിക്കുന്ന കൃപകൾ കൊണ്ട് എന്നെ നിറച്ചാൽ മതി എന്ന് ആമേൻ പറഞ്ഞ് ഞാൻ പൂർണ്ണമായിട്ട് എന്നെ സമർപ്പിക്കുന്നു. ഉം. ഈശോയെ അവിടുന്ന് എനിക്ക് നൽകിയ ജീവിത പങ്കാളി മക്കളെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ആമേൻ കർത്താവ് ഞങ്ങളുടെ മക്കള് പഠിച്ച് ഉന്നത വിജയം നേടണമെന്ന് ഒരിക്കൽ പോലും ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല എന്നുള്ളത് നീ ഓർക്കണം ഈശോയെ. ഉം. അവര് ഈശോനെ അറിയണമെന്ന് അവര് ഈ കുടുംബത്തോടൊപ്പം ഈശോയെ മറ്റുള്ളവർക്ക് ഈശോനെ കൊടുക്കാനായിട്ട് അങ്ങയുടെ കയ്യിൽ ഉപകരണങ്ങളാക്കി മാറ്റണമെന്ന് മാത്രമാണ് പണ്ടേ മുതൽ ആഗ്രഹം. ഇപ്പോഴും അതിനു വേണ്ടിയിട്ട് ഈശോയെ പൂർണ്ണമായി ഞങ്ങളെ കുടുംബത്തോടെ എനിക്ക് സമർപ്പിക്കുന്നു. ആമേൻ ഹല്ലേലൂയ. കർത്താവെ, ഈ പ്രതിഷ്ഠയെല്ലാം ഞാൻ കർത്താവായ യേശുവിൻ്റെ ചങ്കിൽ നിറങ്ങിയ രക്തത്താല് തിരുച്ചോലയാല് മുദ്രണം ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആരുടെയോ ശരീരത്തിൽ ചൂട് അനുഭവപ്പെടുന്നു. ആമേൻ ആമേൻ ആമേൻ. മുദ്ര ചെയ്യുന്നു. ആമേൻ. നിങ്ങൾ മുദ്രിതരായിരിക്കുക കർത്താവായ രക്തത്തിൽ. എല്ലാവരും നെറ്റിക്ക് കുറിച്ച് വരച്ച പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. 3 പ്രാവശ്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ 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 ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പറഞ്ഞു. ആരാണ് ഇവിടെ? ഇപ്പോൾ ഒരാൾ മാത്രമേ ഉള്ളല്ലോ. ഗ്ലാഡിസ് എന്തെങ്കിലും ദർശനം കിട്ടിയിരുന്നോ? ഗ്ലാഡിസ് എന്തെങ്കിലും ദർശനം കിട്ടിയിരുന്നോ? എനിക്കൊന്നും കിട്ടിയില്ല. ആർക്കെങ്കിലും കിട്ടിയായിരുന്നോ? മറ്റാർക്കും കിട്ടിയിട്ടില്ല. ആലയ്ക്ക് വല്ലതും കിട്ടിയായിരുന്നോ? നാമത്തിൽ ആമേൻ. പരിശുദ്ധാത്മാവിന്റെ ശക്തമായ അഭിഷേകമുള്ള ഒരു പ്രാർത്ഥനയും ക്രിസ്തുവിന്റെ കാരണമില്ലാതെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണീര് ഒഴുകുകയായിരുന്നു. അത് പരിശുദ്ധാത്മാവിന്റെ സ്പർശനം തന്നെയാണത്. അങ്ങനെ അറിയുന്നത്, കരയുന്നത്, ഒരു കാരണമില്ലാണ്ട് കരയുന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ. പറഞ്ഞോ. രാജ്യത്തിന് വേണ്ടി സിസ്റ്റർ അവസാനം പ്രാർത്ഥിച്ചല്ലോ. അന്ന് ആ സമയത്ത് ഒരു കുടം ഇങ്ങനെ ചെരിഞ്ഞു കിടക്കുകയാണ്, റൗണ്ട് ആയിട്ട്. എന്നിട്ട് അതിൽ നിന്ന് ഇങ്ങനെ കുറെ നാണയങ്ങൾ ഇങ്ങനെ വീണ് ഇങ്ങനെ കിടക്കുന്നു. രാജ്യത്തെ ദൈവം അനുഗ്രഹിക്കുന്നുണ്ട്. പാവപ്പെട്ട ഒരു രാജ്യമാണെന്നുള്ളത് മനസ്സിലായി. മെഡഗാസ്കറും എല്ലാം ഇപ്പോഴും പാമ്പും എല്ലാമായിട്ട് മനുഷ്യനെ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന വലിയ വലിയ സംഭവങ്ങളുള്ള ഒരു അതിൻ്റെ ആണെന്നറിഞ്ഞപ്പോൾ, നെയ്ബറിങ് രാജ്യമാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് കാര്യം പിടികിട്ടി ഏകദേശം. ഹല്ലേലൂയ. പിന്നെ കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു സ്ഥലം കൂടെ ആകുമ്പോൾ അത്രയൊരു പോവർട്ടി സ്ട്രിക്കൺ രാജ്യമാണെന്നുള്ളത് മനസ്സിലാക്കി. ആമേൻ ആമേൻ. പറഞ്ഞു. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. ഫിനാൻഷ്യൽ മേഖലയെ സ്പർശിക്കണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോഴായിരിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ. അതായത് കുടത്തിൻ്റെ ആ വട്ടമുള്ള സ്ഥലം നിലത്ത് കിടന്നിട്ട് ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കാം മുന്നോട്ട്. അങ്ങനെയാ അല്ലേ? കുടത്തിനൊരു പള്ളയുണ്ടല്ലോ റൗണ്ടായിട്ട്. നല്ലൊരു ദർശനം. അനുഗ്രഹത്തിന്റെ ഫിനാൻഷ്യൽ മേഖലയിലെ നമ്മളെന്താ ഇവരുടെ ഹിന്ദുക്കളുടെ ഇതിലെ മിത്തോളജിയിൽ അവര് ഏതാണ്ട് പറയല്ലോ, മേളയല്ല, കുംഭമേള എന്നല്ല പറയുന്നത്, കുംഭം. ആ കുടത്തിനകത്ത് സംഭവമുള്ള ഇതിനെ എന്താണ് പറയുന്നത്? അങ്ങനെ ഏതാണ്ടൊരു കുടം പറയുമല്ലോ, പൈസ നിറഞ്ഞിരിക്കുന്നതിന്. നിറകുടമാണോ എനിക്കറിയത്തില്ല. ഏതാണ്ടൊരു സംഭവം കുംഭയാ. പിന്നെ ഓർക്കാം. കുംഭകർണ സേവ എന്ന് കേട്ടു. എനിക്ക് അത് വേറെ. നിറകുടം എന്നായിരിക്കും. അത് അങ്ങനെയുള്ള എന്തെങ്കിലും അങ്ങനെയാണ് അതിനകത്ത്. എനിവേ അത് വിട്ടുകളാ, നമ്മള് പറയട്ടെ, നമ്മുടെ കാര്യം നടക്കട്ടെ. പറഞ്ഞു. അല്ല, എക്സ്ക്യൂസ് മീ. ഇവരുടെ ഈ ലക്ഷ്മിയുടെ ഒരു പടവുമായിട്ടിരിക്കുമ്പം അതിനകത്ത് ഈ ഒരു എൻ്റെ മനസ്സിലേക്ക് ഇപ്പൊ ഇത് വരികയാണ്. ഒരു കുടം ഇങ്ങനെ മറിഞ്ഞു കിടക്കുന്നു, അതിനകത്ത് നിന്നിട്ട് ചുറ്റുവട്ടം ഇങ്ങനെ സ്വർണ്ണ നാണയങ്ങൾ കിടക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടല്ലോ. ആ ഒരു ഇതാണ് എനിക്ക് കിട്ടിയത്. സ്വർണ്ണം ഇങ്ങനെ എന്താണ് അതിനെ പറയുന്നത്, അഭിവൃദ്ധിയുടെ ഒരു സാധനമായിട്ടാണ് അതിനെ കാണുന്നത്. നിറഞ്ഞ് ഇങ്ങനെ കമന്നല്ല, ചെരിഞ്ഞ് കിടക്കുകയാണ്. എന്നിട്ട് അതിനകത്തുനിന്ന് സ്വർണ്ണ നാണയങ്ങൾ ഇങ്ങനെ ചെതറി കിടക്കുന്നതായിട്ട് ഇവരുടെ ഏതാണ്ട് പരിപാടി ഉണ്ട് അത് ഇന്നത്തെ ദിവസം. ആമേൻ ആമേൻ. പറഞ്ഞു.
ആരാധനയുടെ സമയത്ത് തിരുവോസ്തിൽ ഇങ്ങനെ ഒരു കണ്ണ്, ആഹാ ഒരു കണ്ണിങ്ങനെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മളുടെ നേരെ ഈശോയുടെ കണ്ണ് തുറന്നിരിക്കുന്നു എന്നല്ലേ അത് മനസ്സിലാക്കേണ്ടത്. പിന്നെ പിന്നെ വിശുദ്ധ പർത്തലോലോകായിട്ട് പ്രാർത്ഥിച്ച സമയത്ത് ഈശോ ഇങ്ങനെ ഒരാള് കിടക്കുന്നതായിട്ട് അങ്ങനെ കണ്ടില്ല. പക്ഷെ ഒരാളെ ഇങ്ങനെ പിടിച്ചെണീപ്പിക്കാനായിട്ട് ഈശോ ഇങ്ങനെ രണ്ട് കൈ നീട്ടി ഇങ്ങനെ കുഞ്ഞിങ്ങനെ വരുന്നതായിട്ട് കണ്ടു. അത് വീട്ടില് കിടക്കുന്ന ആളാണെന്ന് ആണ്, പക്ഷെ അത് വ്യക്തമായിട്ട് കണ്ടില്ല. പിടിച്ചെണീപ്പിക്കുന്നതായിട്ട് ഈശോ ഇങ്ങനെ കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് ആണോ പെണ്ണോ? ആളെ ശരിക്കും വ്യക്തമായിട്ട് കണ്ടില്ല. ഒരാളുണ്ട്, അങ്ങനെ ആണാണോ പെണ്ണാണോ എന്നുള്ള കണ്ടില്ല. കിടക്കുന്ന ഒരാളാണ്. ഒരു പക്ഷെ എന്റെ മകള് തന്നെ ആയിരിക്കാം കർത്താവ്. മേരിയുടെ സർജറി കഴിഞ്ഞില്ലേ? മോളി തിങ്കളാഴ്ച. അതായിരിക്കണം. അല്ലെങ്കിൽ ഞാൻ സ്പിരിച്വലി പറയുകയാണെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ മകളായിരിക്കും. അപ്പം മകൾക്ക് ദൈവം ഇന്ന് ഞാൻ നമ്മുടെ നിഷാനച്ഛനുമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം എനിക്കൊരു മെസ്സേജ് പറഞ്ഞത്, ഇന്നത്തെ കുർബാനയ്ക്ക് അച്ഛൻ ഇന്നലെ എന്നോട് മിണ്ടിയിരുന്നില്ല. അത് നേരത്തെ എങ്ങാണ്ട് തലേദിവസം പറഞ്ഞതേ ഉള്ളൂ. ഇന്നലെ ഞങ്ങൾ സംസാരിച്ചിരുന്നില്ല. കുർബാന കഴിയുമ്പോൾ മെസ്സേജ് ഇടണമെന്ന് ഞാൻ പറയുമല്ലോ. സംസാരിച്ചാലും രാവിലെ മിണ്ടിയിട്ടേ ഉള്ളൂ 2 ദിവസം. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ടായി, ഈശോ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നെന്ന് ഇവളെ ഓർത്തിട്ട്, ഡെൽഫീനെ ഓർത്തിട്ട്. അങ്ങനെ ഈശോ വളരെയധികം ഭാരപ്പെടുന്നതായിട്ട് കണ്ടു. അപ്പം ഞാൻ ഈശോനോട് ചോദിച്ചു, അങ്ങ് ഭാരപ്പെടേണ്ട കാര്യമൊന്നുമില്ല, അതിനെ ചെറുത്താനിടയ്ക്ക് അങ്ങ് പിടിച്ചോണ്ട് വന്നാൽ പോരെ. അങ്ങനെയല്ല, നമ്മുടെ പ്രാർത്ഥനയാണ് ഈശോയ്ക്ക് അതൊരു സേവിങ് ഇതായിട്ട് കിട്ടുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബാക്കി പറഞ്ഞാലേ. പിന്നെ കന്യകൊന്തയുടെ സമയത്ത് കന്യയുടെ ഈശോയെ കണ്ടു. അതുപോലെ വിശുദ്ധ അൽഫോൻസാമയും കണ്ടു, വിശുദ്ധ യോക്രാസമയും കണ്ടു. അതിന് വിശുദ്ധ മിഖായേലിന്റെ റൂമിൽ അത് യുദ്ധം ചെയ്യുന്ന അത് കണ്ടായിരുന്നു. അത് ഞാൻ പറയാൻ വിട്ടുപോയി. അത് എഴുതി വെച്ചില്ല. അത് എല്ലാ ദിവസവും കാണുന്നോണ്ട് അത് എഴുതിയില്ല ഞാന്. വിശുദ്ധ മിഖായേല് യുദ്ധം വെട്ടുന്നുണ്ട്. യുദ്ധം നിർത്തിയിട്ടൊന്നുമില്ല. അവിടെ ഇപ്പോഴും പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, വളരെയധികം ഉണ്ട്. ഇന്ന് നേരം വെളുത്തപ്പോ തൊട്ട് എന്നെ ശല്യം ചെയ്തെന്ന് പറഞ്ഞാൽ എനിക്ക് അരിശം വരത്തക്കവണ്ണമുള്ള ശല്യം ഉണ്ടായി. ഞാൻ പിന്നെയും മറ്റേ രീതികളിൽ ചീത്തയായിട്ടുള്ള ചിന്തകളൊക്കെ എന്നോട് വന്നു. കാരണം ഞാൻ തലയണയിൽ ചെവി വെച്ചാൽ ഒരു സൈഡ് ചെരിഞ്ഞ് കിടക്കുമ്പോൾ നമ്മുടെ ആ ഭാഗം അവിടെ പോലും എനിക്ക് കേൾക്കുകയാണ്. അത്ര ഞാൻ ഈശോയോട് ഞാൻ ചോദിച്ചു ഇതുപോലും നീ എന്നെ ഇത്രയും മാത്രം ശല്യം ചെയ്യാൻ അനുവദിക്കുന്നുണ്ടോന്ന്. ചെവി തലയണയിലോട്ട് വെച്ചിട്ട് ഞാൻ കിടക്കുകയാണ്. ഒരു സൈഡ് ചെരിഞ്ഞ്, വലത്ത് സൈഡ് ഞാൻ ആ തലയണയിൽ അമർത്തി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എത്ര സ്പേസ് ഉണ്ട്? ഒരു കാലിഞ്ച് പോലും ഇല്ലല്ലോ. അവിടെ പോലും ഇരുന്ന് ചിലക്കുകയാണ്. അത്രയ്ക്ക് ഡിസ്റ്റർബൻസ് ആണ്. ഞാൻ സഹി കെട്ടു എന്ന് പറഞ്ഞാൽ പോരാ. ഒരു സ്റ്റീല് പാത്രം കൊണ്ട്, പിന്നെ ബാക്കിയുള്ളത് ഞാൻ പിന്നീട് പറയാം. സ്റ്റീല് 2 സ്പൂണുകൾ എടുത്ത് എൻ്റെ ചെവിയിൽ കൊണ്ടുവന്ന് ഉരച്ചാൽ എന്തായിരിക്കും വിശേഷം? അത്ര ഡിസ്റ്റർബൻസ് ആണ്. ഓക്കെ, ബാക്കി എന്താണാലേ? കഴിഞ്ഞോ? അപ്പോൾ വിശുദ്ധ എഫ്രേസ്യാമ്മ, വിശുദ്ധ അൽഫോൺസ പ്രാർത്ഥിച്ച് നമുക്ക് നന്ദി പറയാം. വിശുദ്ധ മിഖായേലിന് യുദ്ധം ചെയ്യുന്നതിനും എന്നെ സംരക്ഷിക്കുന്നതിനും നന്ദി പറയുന്നു. പിന്നെ കരുണയുടെ ഈശോ നന്ദി പറയുന്നു. പിന്നെ ഈശോ എഴുന്നേൽപ്പിക്കുന്ന അത് ആര് തന്നെയാണേലും ആ കാര്യത്തിൽ ദൈവം അനുഗ്രഹം ആ മകളുടെ മേലെ ശരിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന് നന്ദി പറയാം, ദർശനങ്ങൾ കിട്ടിയതോർത്ത്. വിശുദ്ധ മിഖായേൽ മാലാഖ സംരക്ഷിക്കുന്നുണ്ട്. അതൊരു വല്ലാത്ത നന്ദി പറയേണ്ടത് തന്നെയുണ്ട്. ഞാൻ വിചാരിക്കായിരുന്നു വിശുദ്ധ മിഖായേൽ മാലാഖ നമ്മൾ ഈ ഒരു പ്രാർത്ഥന ഞാനൊരു പ്രോപ്പഗേഷൻ ഞാനിപ്പോൾ കർണാടക ഏറ്റെടുത്തതുപോലെ തന്നെയല്ലേ കുറേ ആൾക്കാർക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ പ്രാർത്ഥന. എന്നാലും അച്ഛൻ വന്നപ്പോൾ അതിൻ്റെ ഒറിജിനൽ ഫോട്ടോയും അച്ഛനൊരു കൊന്തയും കൂടെ ഞാൻ കൊടുത്തിരുന്നു. അത് അവിടുന്ന് കൊണ്ടുവന്നായതുകൊണ്ട് എനിക്ക് കൊടുക്കാൻ വലിയ സന്തോഷമായിരുന്നു ആ പ്രാർത്ഥന. പിന്നെ അച്ഛന് ഇറ്റാലിയനിലും ചെല്ലാൻ അറിയാമല്ലോ. ഹല്ലേലൂയ. എന്നോട് ചോദിച്ചാൽ ഏതാ വേണ്ടത്? ഞാൻ പറഞ്ഞു എനിക്ക് ഇംഗ്ലീഷാണ് മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഇംഗ്ലീഷിലുള്ളത് തന്നു. ഇറ്റാലിയനും ഇംഗ്ലീഷിലും സ്പാനിഷിലും ഫ്രഞ്ചിലും എല്ലാം അടിച്ചു വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് തന്നെ ഒരു വലിയ കാര്യം തന്നെയല്ലേ. അപ്പോൾ വിശുദ്ധ മിഖായേൽ നമ്മളെ തീർച്ചയായിട്ടും സംരക്ഷിക്കാമേ. നമുക്ക് പ്രാർത്ഥിക്കാം, അനുഗ്രഹത്തിനായിട്ട് തലവനിക്കാം.
കർത്താവായ ദൈവമേ, ഞാൻ എൻ്റെ കരുത്തെ ഈ മക്കളുടെ നേരെ നീട്ടുന്നു. അങ്ങയുടെ ആണിപ്പിഴുതേറ്റ കരം ഈ മക്കളുടെ ഓരോരുത്തരുടെയും തലയിൽ വെക്കണമേ. എൻ്റെ തലയിൽ, എൻ്റെ ഹസ്ബൻഡിൻ്റെ തലയിൽ, എൻ്റെ മകളുടെ തലയിൽ വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ ചങ്കയിൽ നിറങ്ങിയ തിരുരക്തം ഞങ്ങൾക്ക് ചുറ്റും സംരക്ഷണ കോട്ട കെട്ടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വരാമാവുന്ന സകലാപത്തിൽ നിന്നും, പെടുമരണങ്ങളിൽ നിന്നും, മാരക രോഗങ്ങളിൽ നിന്നും, പൈശാചിക കുടില തന്ത്രങ്ങളിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും സംരക്ഷിക്കണമേ. ഈ ഗ്രൂപ്പിൽ കയറാൻ പറ്റാതിരുന്ന ആൾക്കാരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ മെസ്സേജ് കേൾക്കുന്ന ആൾക്കാരുടെ കുടുംബാംഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുക. ആമേൻ, ആമേൻ, ആമേൻ.